ശരത്തെ ലാലെ, ഇന്ന് ഞാനൊരു പുള്ളിയായിട്ട് ഒരു കൺവെർസേഷൻ നടന്നു. ഓക്കെ, കൺവെർസേഷൻ JWT-നെ കുറിച്ചായിരുന്നു. അപ്പൊ JWT-നെ കുറിച്ച് ഈ ചർച്ച എത്തുമ്പോ .NET എന്ത് ചെയ്യുന്നതിൽ അവൻ കണ്ടത് പോയി. മറ്റേ ഈ ജാവക്കാരൻ സ്പ്രിംഗ് ബൂട്ടിന്റെ കണ്ണിലൂടെയൊക്കെ പറയും. പിന്നെ ചിലർ പറയും കീ ക്ലോക്കിൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. കീ ക്ലോക്കിന്റെ വക കുറെ ഉപദ്രവം. അതേമാതിരി തന്നെ ഈ ആർബാക്ക് എന്താണ്, ആട്രിബ്യൂട്ട് ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്താണ്, പോളിസി ബേസ്ഡ് ആക്സസ്, ഇതിനൊക്കെ പല പ്ലാറ്റ്ഫോമിനൊക്കെ ലിവറേജ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡാ. എനിക്ക് വളരെ ലിമിറ്റഡ് എക്സ്പീരിയൻസേ ആർബാക്കില് ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രൊജക്ടിനെ കുറിച്ച് പറയാം, എന്നിട്ട് എവിടെയാണ് എന്റെ ലിമിറ്റ് വരുന്നത്. ഞാൻ ഒരു സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂല പറഞ്ഞേട്ടാ. ഇപ്പൊ ടോക്കൺ എന്താണ്, JWT എവിടെയാ ഉപയോഗിക്കണേ, ഈ ഡിസ്കഷൻ അതല്ല. JWT എന്തുകൊണ്ട് JWT വേണ്ടി വന്നു, എന്തിനാണ് JWT എക്സാക്ട്ലി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ്, അതിന്റെ ഉള്ള കണ്ടന്റ് എന്താണ്, മനസ്സിലല്ലേ? ഇതിനെക്കുറിച്ചൊക്കെ ഒരു എഞ്ചിനീയറിംഗ് ലെവൽ അന്വേഷണം വെക്കാന്നുള്ളതാണ്. ഐ ആം നോട്ട് ആൻ എക്സ്പേർട്ട് ഇൻ ഇറ്റ്, ബട്ട് ഐ ഡു ഹാവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ വേറൊക്കെ. ഒരു എക്സ്പേർട്ട് എന്റെ വെർബൽ ഡയറിയിൽ ചത്തു ചെറുതെ. ഓക്കെ, ഇനി ഇപ്പൊ കൺസെപ്റ്റലാണെങ്കിലും ഒരു എക്സ്പെർട്ട് എനിക്ക് ആക്സസ് വന്നു കഴിഞ്ഞാൽ മിക്ക വിഷയങ്ങളിലും ഐ ആം ആൾമോസ്റ്റ് ദയർ. അപ്പൊ എന്റെ ചുറ്റുമുള്ളവരുടെ ഫാക്ച്വൽ ഡെഫിഷ്യൻസി എനിക്കും ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ സിൻസ് ഐ ഇന്ററാക്ട് വിത്ത് ദ സെയിം സബ്ജക്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 10 ഡിഫറെന്റ് പീപ്പിൾ, ഈ 10 പേർക്കും കൂടി എനിക്കൊരു കൊഹീറൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഐദർ ഞാനൊരു പൊട്ടനായിരിക്കണം, ഓക്കെ, അല്ലെങ്കിൽ വിച്ച് ഐ ഫേംലി ബിലീവ് ദാറ്റ് ഐ എം നോട്ട്. എന്ന സ്ഥാനത്ത് ഈ ഡിസ്കഷൻ വരുമ്പോൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ യു ആസ്ക് എനി സബ്ജക്ട് ഒക്കെ വിച്ച് സംബഡി ഹാസ് ഡൺ സംതിങ്. നമ്മളൊരു കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൈബ്രറിയുടെ സഹായത്തോടെ ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിന്റെ സഹായത്തോടെ ആയിരിക്കും, ചിലപ്പോ അതങ്ങനെ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണെന്നുള്ള രീതിയിലായിരിക്കും. അപ്പൊ ഈ ഡിസ്കഷന്റെ പശ്ചാത്തലം അതാണ്. അപ്പൊ ഞാൻ ഒരു സമ്മറി പറയാം. ഏതിന്റെ? എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നമ്മൾ JWT വരെ എത്തിയെന്നാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലെ ഓരോ വിഷയങ്ങളും എടുത്തെടുത്തെടുത്ത് എന്ത് പറയുന്നു ചേർത്തെ? ഓക്കെ, അപ്പൊ നമ്മളിവിടെ ബേസിക് വിഷയം ആർബാക്ക് ആണ്, റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ. ഓക്കെ, അപ്പോ ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 2 പാർട്ട് ഉണ്ട്. ഓതന്റിക്കേഷൻ which determines who you are, authorization which determines what you can do, okay, on the system. അത് ചിലപ്പോൾ നമുക്ക് റിസോഴ്സ് ആക്സസ് ആയിരിക്കാം, ഒരു റിസോഴ്സ് മോഡിഫൈ ചെയ്യാനായിരിക്കാം, ഏതെങ്കിലും ഓക്കെ നമ്മൾ ബ്രോഡ്ലി പറയുന്ന CRUD ഓപ്പറേഷൻ ചെയ്യാനായിരിക്കാം. CRUDന്റെ തത്വം CRUD ആണെങ്കിലും അതെങ്ങനെയാണ് മൾട്ടിപ്പിൾ ലെവലിലൊക്കെ ആയിരിക്കും നടക്കുന്നത്, അത് വേറെ കഥ. അപ്പോ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ 3 ഹയറാർക്കിയുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അതായത് യൂസർ അഥവാ പ്രിൻസിപ്പൽ, അയാളുടെ ഒരു ഹയറാർക്കി ഉണ്ട്, ഗ്രൂപ്പ് റോ ഒക്കെ വരുന്നത്. പിന്നെ സെറ്റ് ഓഫ് റിസോഴ്സസ് യു ക്യാൻ ആക്സസ് വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ആസ് എ ഗ്രൂപ്പ്. പിന്നെ ഒരു റോൾസ് ആൻഡ് പെർമിഷൻ ഹയറാർക്കി. അതാണ് ഈ പ്രിൻസിപ്പലിനെയും മറ്റേ റിസോഴ്സിനെയും ബൈൻഡ് ചെയ്യുന്നത്. ഇതിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഹയറാർക്കി. അപ്പോൾ തൗസൻഡ്സ് ഓഫ് കോമ്പിനേഷൻസ് വരും. ഇതാണ് ഇതിന്റെ ഓവറോൾ മോഡൽ. അപ്പോൾ ഒരു ജനറലൈസ്ഡ് സെക്യൂരിറ്റി മോഡൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. മൈക്രോസോഫ്റ്റിന്റെ ആണ് ഏറ്റവും ബെസ്റ്റ് ഇംപ്ലിമെന്റേഷൻ എന്ന് ആരോഗ്യം പറഞ്ഞറിയാം, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കുറച്ചും കൂടി സ്വീകാര്യമായതും പൊതുവെ കൊടുക്കുന്നതും അഫ്കാസ് എന്ന് പറഞ്ഞൊരു ഒരു സിസ്റ്റം ഉണ്ട്. ഫെയർലി കേപ്പബിൾ റോ ലെവൽ ഓതന്റിക്കേഷൻ സിസ്റ്റം എന്നാണ്. അത് 2008 ഒരു ടർക്കിഷ് ഫ്രഞ്ച് പ്രോഗ്രാമറായ എർഡോഗൻ, ഇപ്പോഴത്തെ അയാളായിട്ട് എന്തോന്നുമില്ല, ഒരു ടർക്കിഷ് പ്രോഗ്രാമർ എഴുതിയേക്കണ സിസ്റ്റം ഉണ്ട്. അത് അയാൾ 2 ആർട്ടിക്കിളായിട്ട് എഴുതിയേക്കണേ. ഒന്ന് ഒരു ഗ്രാഫ് തിയററ്റിക്കൽ അപ്രോച്ച് ടുവേർഡ്സ് ഹൗ യു ക്യാൻ സ്റ്റോർ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ഇൻ എ ഡാറ്റാബേസ്. ആൻഡ് സെക്കൻഡ്, എങ്ങനെ ആ ഡാഗ് ഉപയോഗിച്ചിട്ട്
എന്താ പറയുക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓതറൈസേഷൻ ചെയ്യാന്നുള്ളതാണ് ആ ആർട്ടിക്കിൾ പറയുന്നത്. അപ്പൊ ഒരു ഐഡന്റിറ്റി പ്രൊവൈഡറും അഫ്കാസും ഉണ്ടെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ ഫ്ലെക്സിബിൾ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ സിസ്റ്റം എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് ഒരു എഞ്ചിനീയറിംഗ് അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ പ്രീവിയസ് കമ്പനിയിൽ ഈ എന്താ പറയുക കീ ക്ലോക്കിനെ കുറിച്ച് ഞാൻ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിരുന്നു. അപ്പോൾ ഐഡന്റിറ്റി പ്രൊവൈഡറായിട്ട് കീ ക്ലോക്കിനെയാണ് തിരഞ്ഞെടുത്തത്. ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ യൂസറിനെ ഒതന്റിക്കേറ്റ് ചെയ്യാനാണെങ്കിൽ ഓപ്പൺ ഐ ഡി കണക്റ്റും മറ്റേ എല്ലാത്തതാണെങ്കിൽ ഓത്ത് ഉപയോഗിക്കുന്നതാണ് കണ്ടേക്കണേ. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മോസ്റ്റ് ഓതന്റിക്കേഷൻ സെർവേഴ്സ് പറയും ഞങ്ങൾ ഓതറൈസേഷൻ ഇൻഫർമേഷൻ അവിടെ ചെയ്യാമെന്നാണ്. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഓതറൈസേഷൻ ശരിക്കും മോസ്റ്റ് ഐഡന്റിറ്റി പ്രൊവൈഡേഴ്സ് എന്താണ് പറയുന്നത്? അതിപ്പോ കീ ക്ലോക്ക് പറയുന്നത് ഓതറൈസേഷൻ ഇൻഫർമേഷനും നിങ്ങൾക്ക് അവിടെ സ്റ്റോർ ചെയ്യാന്നാണ് ആവശ്യമുണ്ടെങ്കിൽ. അതൊക്കെ വല്ല അവിടെ സ്റ്റോർ ചെയ്യാന്നുണ്ട് ഓതറൈസേഷന്റെ ഹയറാർക്കി റിസോഴ്സിന്റെ ഐഡിയ ഒന്നും അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റുമല്ലോ. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല റോൾ ഐഡിയോ അല്ലെങ്കിൽ ഇൻഡെക്സസ് ഓഫ് യുവർ മറ്റേ അതൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രാക്ടിക്കലി ഓതറൈസേഷൻ ഓൺ എ പെർ അപ്ലിക്കേഷൻ ബേസിസിൽ മറ്റേ ഓതന്റിക്കേഷൻ കോർപ്പറേറ്റ് വേർഡും ചെയ്യുന്നതാണല്ലോ ഇപ്പോഴത്തെ എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗ് വാല്യൂ. ചോദിക്കട്ടെ അല്ല, ഞാൻ ആ എവല്യൂഷൻ അത്രയ്ക്ക് മുമ്പ് ഇപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷന്റെ ഇപ്പൊ എന്റെ റീസെന്റ് എക്സ്പീരിയൻസ് ആണ്, കൺഫ്യൂഷൻ അവിടെ നിന്ന് വരുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇത് നടക്കൂല. അത് കഴിഞ്ഞിട്ട് അവരും ചെയ്ത് പോസ്റ്റ്ഗ്രസ് എസ്ക്യൂഎല്ലിലോട്ട് ഈ ഡാറ്റ മൈഗ്രേറ്റ് ചെയ്ത് അവരുണ്ടാക്കി വെച്ചേക്കണ റോൾ ജേസൺ. അവരു പ്രശ്നം അവിടെ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റീച്ചബിലിറ്റി പ്രോബ്ലം കണ്ടു. മനസ്സിലായില്ലേ അല്ലാതെ ചില സോംബിനോടും അങ്ങനെയൊക്കെ വരുമ്പോ നിങ്ങൾക്ക് ഈ ഇരട്ടി നിങ്ങളുടെ ഈ സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഫ്ലോ കോംപ്ലിക്കേറ്റഡ് ആയി, സോംബി നോട്ട്സ് ഉണ്ട്, പിന്നെ പലതും ഇൻസ്പെസിഫൈഡ് ഒക്കെ ആയി പറഞ്ഞപ്പോ അഫ്കാസ് സജസ്റ്റ് ചെയ്തു. അപ്പൊ അഫ്കാസ് സജസ്റ്റ് ചെയ്തപ്പോ ആ ഇംപ്ലിമെന്റ് ചെയ്ത ആൾക്ക് എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ ഒരാൾക്ക് എടുത്ത് പറഞ്ഞപ്പോ അയാൾക്ക് എക്സ്ട്രാ എഫർട്ട് ഒന്നും എടുക്കാൻ വയ്യ, പൈസ കൊടുത്താൽ എടുക്കാം. അപ്പൊ അയാൾ അത് ചെയ്താൽ ഞാൻ അയാൾക്ക് പൈസ വാങ്ങിച്ചു കൊടുക്കാം. ഇതാണ് ഗെയിം ചെറുതെ. അപ്പൊ പക്ഷെ ബോൾ ഫ്രം ദ ബ്ലൂ വേറൊരു പുള്ളി വന്ന് അത് ജാവയിൽ പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അതിപ്പോ ഞങ്ങളുടെ പ്രോക്സിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ക്ലോക്കും ഈ റോൾ ബേസ്ഡ് ഈ മറ്റേ അഫ്കാസ് എന്ന് പറഞ്ഞ സാധനം എന്നിൽ നിന്ന് ഇൻസ്പിറേഷൻ അത് കിട്ടി. വേറൊരു പ്രോഗ്രാമർ, ഞാൻ ആ കമ്പനിയുടെ പേര് പറയുന്നില്ല, അവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്തു. ഈ അഫ്കാസിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ KPMG അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിന്റെ പേര് മറന്നുപോയി. അതിൽ അവര് UAM യൂണിഫൈഡ് ആക്സസ് മാനേജ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചത് അഫ്കാസ് ആണ്. ഞാൻ എന്റെ കൺസൾട്ടിങ് എൻഗേജ്മെന്റിൽ പല സ്ഥലത്ത് അഫ്കാസ് വെച്ചിട്ടുണ്ട്, 2-3 സ്ഥലത്ത് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഫ്കാസിന്റെ ഡീറ്റെയിൽ ഇത്രയേ ഉള്ളൂ. റാദർ ദാൻ ക്രിയേറ്റിംഗ് എ ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ്, ഒരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് പെർസിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോ ആ ഗ്രാഫിലാകുമ്പോൾ എന്താ വെച്ചാൽ പാരന്റ് നോഡ് ഇല്ലാതെ നിങ്ങൾക്ക് ചൈൽഡ് നോഡ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദെൻ യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഓക്കെ ദർ ഈസ് റീച്ചബിലിറ്റി. ഈ മറ്റേ ഗ്രാഫ് ഉണ്ടല്ലോ, ഗ്രാഫ് നിങ്ങൾക്ക് ഫ്ലാറ്റൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോ ആട്രിബ്യൂട്ടിന് നല്ല ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ കുറെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ അഫ്കാസ് എടുത്ത് നോക്കിയാൽ മതി, കോഡ് പ്രൊജക്റ്റിലെ ഒരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ, അപ്പൊ അത് ഇപ്പോഴും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നോക്കിയിട്ടില്ല. അഫ്കാസിന്റെ ഒരു വേരിയന്റ് ആണ് ഒരു കമ്പനിയിൽ ഉപയോഗിക്കുന്നത്. ദേ ആർ ആൾസോ സാറ്റിസ്ഫൈഡ്, KPMG വാസ് സാറ്റിസ്ഫൈഡ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഐഡന്റിറ്റി സെർവർ ഒരു പെർ അപ്ലിക്കേഷൻ ബേസിസിലോ അല്ലെങ്കിൽ ഹൈവ് ഓഫ് അപ്ലിക്കേഷൻ ബേസിസിലോ ഓതറൈസേഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫ്ലെക്സിബിൾ ഇത് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ട്രാവേഴ്സിൽ പല രീതിയിൽ പറ്റണം. റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ ഈസ് ഗുഡ് ഫോർ ട്രാവേഴ്സിങ് ഓർഗനൈസേഷൻ ഹൈറാർക്കി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എല്ലാ ഇന്ത്യക്കാർക്കും ഒരു ഡോക്യുമെന്റിന് ആക്സസ് കൊടുത്തു. അപ്പൊ എന്താ വെച്ചാൽ അവിടെ ആട്രിബ്യൂട്ട് വെച്ചാൽ കൊടുക്കണ്ടേ, മനസ്സിലായില്ലേ? ഇനി ചിലപ്പോ ചില സ്ഥലത്ത് സർട്ടൺ മന്തിലൊന്നും ലോഗിൻ കൊടുക്കാൻ പാടില്ല. അപ്പൊ അവിടെ ആരാന്നുള്ളതും മാത്രം പോരാ, അയാളുടെ ആട്രിബ്യൂട്ട് മാത്രം പോരാ, അതിന്റെ മുകളിൽ അതർ കൺസിഡറേഷൻസ് കൂടി വരുമ്പോഴാണ് പോളിസി ബേസ്ഡ് ആക്സസ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് എന്റെ വാദം. അതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോ
ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ JWT കുറിച്ച് ഈ ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് 2016 എന്റെ വട്ടം വന്നേ. അതായത് ഈ ഒരു എന്റെ പേര് ഞാൻ മറന്നുപോയി. UST ഗ്ലോബലിലെ ഒരു എംപ്ലോയി മറ്റേ T-Mobile വേണ്ടി അവിടെ JWT ടോക്കൺ ഉപയോഗിച്ചതായിട്ടാണ്. അതാണ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്റെ ഇതിൽ വന്നേ. അപ്പൊ അതിനെന്തോ ജോബ് ടോക്കൺ എന്തൊരു പേര് പറഞ്ഞു പുള്ളി. JWT ടോക്കൺ എന്തെങ്കിലും ഒരു പേരുണ്ടോ സ്ഥലത്ത്? നീ എന്തൊരു പേര് പറഞ്ഞു? അത് നോക്കിയപ്പോ JWT പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്, അതാണ്? അല്ല ജോസ് അല്ല, അതിന് വേറെന്തോ ജാവ കമ്മ്യൂണിറ്റി ആണെന്ന് അങ്ങനെ പറഞ്ഞത്. പുള്ളി ഒരു മൈക്രോ സർവീസസിന്റെ കോണ്ടെക്സ്റ്റിലാണ് അത് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ ഈ അതിന് മുമ്പ് ഞാൻ ശ്രീലങ്കയിൽ ഒരു കമ്പനി പറഞ്ഞപ്പോ സാമല ഉപയോഗിച്ചത്. അപ്പൊ എനിക്ക് സാമലിൽ 1-2 പ്രോജക്ട്സ് ഉണ്ട്. പക്ഷെ സാമലില് ഈ JWTയുടെ ഇതെന്താന്ന് നമുക്ക് അതിലോട്ട് വരാം പിന്നെ. അപ്പൊ ഇതൊരു കലങ്ങി മറിഞ്ഞു കിടക്കുന്ന സാധനമാണ്. അപ്പൊ ഞാൻ ഇത് എന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് അഫെയർ നോളജിനെ കുറിച്ചൊരു ഓവറോൾ വ്യൂ വന്നേക്കാണ്. ഇത് തന്നെ ചിലപ്പോ മേ ബി കേരളത്തിൽ ആർക്കും ഇത്രയും കൊഹറന്റ് വ്യൂ ഉണ്ടാവും എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ അങ്ങനെ ഒരു ക്ലെയിം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഗുരുപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഡെലിബറേറ്റ് ആണ്. ഓക്കെ, ഇനി ആരെങ്കിലും വന്നാൽ ചലഞ്ച് ചെയ്യാം. എന്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ ഇതിന്റെ അടിയിൽ അവസാനം. ഓക്കെ, അപ്പൊ ഞാൻ എന്നോട് തർക്കിച്ച ആളോട് പറഞ്ഞ പിച്ച് ഒന്ന് ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കഷനിലോട്ട് പോവാം. അതായത് ആദ്യകാലങ്ങളിൽ ഡെസ്ക്ടോപ്പ് അപ്ലിക്കേഷൻസേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു യൂസർ നെയിം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഹാർഡ് കോഡഡ് യൂസർ നെയിം ഹാർഡ് കോഡഡ് പാസ്വേഡും വെച്ചിട്ട് ഇതിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഓക്കെ, ഒരു ലോക്കൽ ഡാറ്റാബേസിലോട്ട് അത് മാറ്റാൻ നോക്കി. അപ്പൊ അങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആ ഡാറ്റാബേസ് ടാമ്പർ ചെയ്താൽ ഉള്ള പ്രശ്നം വരും. അപ്പൊ ആൾക്കാർ എന്ത് ചെയ്തു? ലോക്കലി തന്നെ പാസ്വേഡ് സ്റ്റോർ ചെയ്ത് വെച്ചു. അവര് എൻക്രിപ്റ്റ് ഒന്നും ചെയ്യാൻ നിന്നില്ല. പാസ്വേഡ് അവര് എവിടെയോ എടുത്തു വെച്ചു. ആൾക്കാർക്ക് പാസ്വേഡ് കൊടുത്തു. ഡാറ്റാബേസിൽ പാസ്വേഡിന്റെ ഹാഷ് സ്റ്റോർ ചെയ്തു. അപ്പൊ നിങ്ങൾ പാസ്വേഡ് കൊടുക്കുന്നു, പാസ്വേഡിന്റെ ഹാഷ് എടുക്കുന്നു, ഡാറ്റാബേസിൽ ലുക്കപ്പ് ചെയ്യുന്നു. അപ്പൊ ഹാഷ് കിട്ടിയവന് പാസ്വേഡ് ഏതാണെന്ന് അറിയാൻ പറ്റൂല. അതായിരുന്നു ഐഡിയ. കുറച്ച് കഴിഞ്ഞപ്പോ ആൾക്കാര് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് എൻക്രിപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. അതിന്റെ ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ എന്താ പറയാ നീഗ്രോ അൽഗോരിതം എന്ന് പറയും. വായി തോന്നിയ മറ്റേ ഈ പിൽക്കാലത്ത് പറയുന്ന മോണോ ആൽഫബറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറോ ഏതൊരു ഡിക്ഷണറി വെച്ചിട്ട് ക്യാരക്ടർ അങ്ങോട്ട് മാറ്റിയിടുക. അല്ലെങ്കിൽ ട്രാൻസ്പോസിഷൻ സൈഫർ എന്നൊക്കെ പിൽക്കാലത്ത് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ ഒരു 4x4 മെട്രിക്സിലോട്ട് മാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ 4x20 മെട്രിക്സിലോട്ട് മാപ്പ് ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്പോസിഷൻ സൈഫർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര ഒരു നൈവ് ആൾക്കാരെ പറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ക്ലയന്റ് സെർവർ തന്നെ. അപ്പൊ ക്ലയന്റ് സെർവർ വന്നപ്പോ എന്ത് ഈ പേക്കൂത്തൊക്കെ അങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ആൾക്കാർ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. ഇതൊക്കെ നടന്നു പോട്ടെ, ഇതൊക്കെ ഞാൻ കാണുന്ന സംഭവം. ആൾക്കാരൊരു കാര്യം കണ്ടുപിടിച്ചു. എന്തുകൊണ്ട് നമുക്ക് ഡാറ്റാബേസിന്റെ യൂസർ നെയിം പാസ്വേഡ് മെക്കാനിസം ഉപയോഗിച്ചുകൂടാം? അതോടെ എന്ത് പറ്റി? അപ്ലിക്കേഷന്റെ പാസ്വേഡും ഡാറ്റാബേസിന്റെ പാസ്വേഡും ഒന്നാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പാസ്വേഡ് ഡാറ്റാബേസിന്റെ അടുത്ത് ഓതന്റിക്കേറ്റ് ചെയ്യാം. ഡാറ്റാബേസിന്റെ അടുത്ത് ഓതന്റിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവന് മറ്റേ ആ കണക്ഷൻ ഉപയോഗിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ അവന് ഡാറ്റ കിട്ടൂല. അപ്പോഴും ഒരു എന്താ പറയാ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സർവീസ് ഓറിയന്റഡ് ഫ്രണ്ട് എൻഡ് ആർക്കിടെക്ചർ ആണ്. അതായത് ക്ലയന്റ് സെർവർ ആണ്, സെർവറിലെ ഡാറ്റാബേസ് ഇരിക്കുന്നു, ക്ലയന്റ് അവന്റെ മെഷീനിൽ നിന്ന് ലോഗിൻ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുന്നതിന് ഒന്നിൽ കൂടുതൽ സർവീസ് ആക്സസ് ചെയ്യുമ്പോൾ അത് പ്രോബ്ലം ആയി. അപ്പൊ അവരെന്ത് ചെയ്തു? വിൻഡോസ് ഓതന്റിക്കേഷൻ, ലിനക്സ് ഓതന്റിക്കേഷൻ. അങ്ങനെ പണ്ട് വിൻഡോസിന് TCP/IP മുമ്പ് അവർക്കൊരു പ്രോട്ടോകോൾ ഉണ്ടായിരുന്നു, നെറ്റ് ബയോസ് എന്ന് പറഞ്ഞു. നെറ്റ് ബയോസ് എക്സ്റ്റെൻഡഡ് യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടൊക്കെയാണ് പണ്ട് ഇതൊക്കെ ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? സിസ്റ്റം ലെവൽ ഓതന്റിക്കേഷൻ ചെയ്യാൻ തോന്നി. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം വന്നു. സിസ്റ്റം എന്ന് പറഞ്ഞ ഈ സാധനം ഓതന്റിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്രൂപ്പ് ഓഫ് മെഷീൻസിലോട്ടാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഡൊമൈനിലോട്ട്. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ വിൻഡോസ് നെറ്റ്വർക്ക്, ലിനക്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡൊമൈനിലോട്ടാണ് നിങ്ങൾ ഏത് ഡൊമൈനിന്റെ ഏത് ലെവലിലാണോ നിങ്ങൾ ചെയ്യണേ അതിനനുസരിച്ചിട്ട് അവിടുത്തെ ആക്സസ് റെസ്ട്രിക്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഡൊമൈനിൽ ഹോസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എടുക്കണം എങ്ങനെയാണെന്ന് പ്രശ്നം. അപ്പോഴാണ് എന്താ പറയാ കെർബറോസ്, LDAP, ലൈറ്റ് വെയ്റ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ. അതൊരു യൂണിവേഴ്സിറ്റി ഓഫ് മിച്ചിഗന്റെ സാധനമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയാ
LDAP-നെ ജാവ കമ്മ്യൂണിറ്റി JNDA ജാവ നെയിമിംഗ് ആൻഡ് ഡയറക്ടറി ഇന്റർഫേസ് ആയിട്ടും മൈക്രോസോഫ്റ്റ് കമ്മ്യൂണിറ്റി ആക്റ്റീവ് ഡയറക്ടറി ആയിട്ടും പിന്നെ ഓപ്പൺ LDAP എന്ന് പറഞ്ഞ ഓപ്പൺ സോഴ്സും ഉണ്ട്, ടിവോളി ആക്സസ് മാനേജർ, ഫെഡറേറ്റഡ് ഐഡന്റിറ്റി മാനേജർ ഫ്രം മൈക്രോസോഫ്റ്റ്. ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഈ LDAP-ഉം മറ്റേ ഇതും കെർബറോസും അങ്ങനത്തെ ഈ എന്താ പറയാ പ്രോട്ടോകോൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സോ ദാറ്റ് ഇറ്റ് ക്യാൻ സ്പാൻ എന്താ പറയാ മൾട്ടിപ്പിൾ ഡൊമൈൻസ്. ഓക്കെ. പിന്നെ അപ്പോഴേക്കും ഒരു കാര്യം വന്നു, ഈ ഓതന്റിക്കേഷൻ ഇൻഫർമേഷൻ അപ്ലിക്കേഷനോ മറ്റേ ഒരു ഗ്രൂപ്പ് ഓഫ് ആപ്ലിക്കേഷനോ അവകാശപ്പെട്ടതല്ല, അത് കോർപ്പറേറ്റിന് അവകാശപ്പെട്ടതാണ്. അപ്പൊ കോർപ്പറേറ്റിൽ ഒരു ഐഡന്റിറ്റി സെർവർ കൊണ്ടുപോയി വെക്കുക, സിംഗിൾ സൈൻ ഓൺ, അങ്ങനത്തെ ആ മൂവ്മെന്റ് ആണ്. അങ്ങനെ ഇരിക്കുകയാണ് കുറച്ചുപേര് കണ്ടുപിടിച്ചത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ എല്ലാ സ്ഥലത്തും ഇത് ചെയ്യണേ, നമുക്ക് ഗ്ലോബൽ ഐഡീസ് ഉണ്ടല്ലോ OID. അപ്പൊ അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനു വേണ്ടി ഉണ്ടാക്കിയ പ്രോഡക്റ്റ്. അപ്പൊ അതിനിടയ്ക്ക് ഈ XML പോപ്പുലർ ആയി കഴിഞ്ഞപ്പോ സെക്യൂരിറ്റി അസർഷൻ മാർക്കറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. ഇപ്പോഴും സാമില് മിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറെ പുതിയ പ്രോഗ്രാമേഴ്സിനൊക്കെ ഈ JSON കാരണം അത് ഉപയോഗിക്കണം. പക്ഷെ 2008 ഞാൻ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സാമല് വളരെ പോപ്പുലർ ആയിരുന്നു. അവിടുത്തെ സാമൽ ഇംപ്ലിമെന്റേഷനിൽ ഞാൻ കൺസൾട്ട് ചെയ്തൊക്കെ പറഞ്ഞു. അപ്പോ ഈ സാമലിന് ശേഷം ഈ എന്താ പറയാ ഈ ഓപ്പൺ ID കണക്റ്റും ഓത്തും വന്നത് അങ്ങനെയാണ്. ഓത്ത് 2-ല് അപ്പൊ ഒരു പ്രോബ്ലം വന്നു. ഈ ടോക്കൺ എക്സ്ചേഞ്ച് ഇപ്പൊ ഓതന്റിക്കേറ്റ് ചെയ്തു, അതുകൊണ്ട് ഓതന്റിക്കേറ്റ് ചെയ്തു എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പോയി പാസ്വേഡ് ഒന്നും കൊടുത്ത് വെക്കാൻ പറ്റൂല. അപ്പൊ എല്ലാവരും ടോക്കൺ മാനേജ്മെന്റ് ചെയ്തു. പിന്നെയും കുറെ യൂസ് കേസ് ഉള്ളത് കൊണ്ടാണ് ഓത്ത് 2-ന്റെ കൂടെ JWT ആഡ് ചെയ്തത്. അപ്പൊ JWT എന്ന് പറയുന്ന സാധനം ഒരു ഓതന്റിക്കേഷൻ മെക്കാനിസം ഒന്നുമല്ല, ഓതന്റിക്കേഷൻ ടോക്കൺ ആണ്, സാക്ഷ്യപത്രമാണ് ഈ എന്താ പറയാ ടോക്കൺ. അപ്പൊ അതിന് പല വർക്ക് ഫ്ലോസ് ഉണ്ട്. അപ്പോ ഇനി അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ 3 പാർട്ട് ഉണ്ടെന്ന് ഞാനും പണ്ടൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ ഇത് ചെയ്തിട്ടില്ല. അപ്പോ ഇതാണ് സ്റ്റേക്ക്. അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് ലോക്കൽ മറ്റേ എന്താ പറയാ ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ അത് ക്ലയന്റ് സെർവർ ആക്കി മാറ്റി. പിന്നെ ഈ അവിടെ തന്നെ ഡാറ്റാബേസ് ലെവലിലേക്ക് പോയി. പിന്നെ വെബ് മറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഓക്കെ ഈ JWTക്ക് ഒരു സർവീസ് ടു സർവീസ് ഇതും കൂടി ഉണ്ട്, അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. അപ്പോ ഈ ഓത്തിന്റെ ഒക്കെ എത്തുമ്പോ ഓക്കെ. അപ്പോ സ്റ്റേറ്റ്ലെസ് ആ കാര്യമൊക്കെ. അപ്പോ പിന്നെ നെക്സ്റ്റ് സിസ്റ്റം, അതായത് വിൻഡോസ് ഓതന്റിക്കേഷൻ, ലിനക്സ് ഓതന്റിക്കേഷൻ, അങ്ങനത്തെ ഇത് വന്നു. പിന്നെ ഡൊമൈൻസിലോട്ട് വന്നു. പിന്നെ ക്രോസ് ഡൊമൈനായി ഐഡന്റിറ്റി പ്രൊവൈഡേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പൺ ഇനിഷ്യേറ്റീവ്സ് ഓതന്റിക്കേഷൻ മെക്കാനിസം വന്നപ്പോ ഓത്തും ഓപ്പൺ ID കണക്റ്റും വന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ മറ്റേ ആഫ്റ്റർ ഓതന്റിക്കേഷൻ പിന്നെ ഈ ബെയറർ ടോക്കൺ, റിഫ്രഷ് ടോക്കൺ, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. കാരണം മിക്കവാറും കൺഫ്യൂഷൻ ആണ്, എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ വായിച്ചാലൊക്കെ അപ്പൊ മനസ്സിലാവും, വെറുതെ ഇത് അറിഞ്ഞൂടെ എന്ന് ചോദിക്കുള്ളൂ. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, അറിയുന്നില്ല. അങ്ങനെയാണ് എനിക്ക് അറിയേണ്ടതാണ്. ഒരു കാര്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സാധനം. ഈ ആദ്യം ഡിബേറ്റ് തുടങ്ങണേക്ക് മുമ്പ് എന്തെങ്കിലും എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഈ 10 മിനിറ്റില് നിങ്ങൾ കേൾക്കാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾക്കൊരു 20 ലഡു പെട്ടിയില്ലെങ്കിൽ നിങ്ങൾ നുണ പറയാന്ന് ഞാൻ അങ്ങോട്ട് ആസ്വദിക്കും. എന്താണ് ഒരു പാർട്ടിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതായത് എവിടെയാണ് ഡാറ്റാബേസിൽ സേവ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് ആദ്യത്തെ സെക്യൂരിറ്റി എൻക്രിപ്ഷൻ ആണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹാഷിങ്ങിലോട്ട് മാറിയത്. അല്ല, എൻക്രിപ്ഷൻ ഇവിടെ ചെയ്തത് അങ്ങോട്ട് കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ലോക്കലി ചെയ്തിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അങ്ങോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഹാഷിങ്ങിലോട്ട് മാറിയത്. പിന്നെയാണ് SQL സെർവർ ഓതന്റിക്കേഷൻ വന്നത്. അപ്പൊ ഓക്കെ, ഡീറ്റെയിൽ വൈസ് യു ആർ കറക്റ്റ്. ഞാൻ അത് ഹിന്റ് ചെയ്തിരുന്നു അവിടെ, മനസ്സിലായില്ലേ? അതായത് ഈ ക്ലിപ്പറും ഇപ്പൊ ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒറാക്കിളും SQL സെർവറൊക്കെ ക്ലയന്റ് സെർവർ ഡാറ്റാബേസ് ആണ് ബൈ ഡിഫോൾട്ട്, മനസ്സിലായില്ലേ? അതിനു മുമ്പ് ഈ ക്ലിപ്പറും DBaseന്റെ ഒക്കെ ഡാറ്റാബേസ് പറഞ്ഞാൽ അവിടെ തന്നെയാണ്, മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ SQL ആയിട്ട് മാറിയ അവിടെ ഇതൊക്കെ ചെയ്തിരുന്നു. അതായത് അവിടെ അവിടെ ആദ്യമേ മറ്റേ എന്താ പറയാ ക്ലിയർ ടെക്സ്റ്റ് സ്റ്റോർ ചെയ്തു, പിന്നെ എന്താ പറയാ ഹാഷ് സ്റ്റോർ ചെയ്തു, പിന്നെയാണ് എൻക്രിപ്ഷൻ വന്നത്. ഓക്കെ, അതായത് ഈ എൻക്രിപ്ഷൻ വരുമ്പോൾ കീ മാനേജ്മെന്റ് പ്രോബ്ലം വരും, മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇതാണ്. ഓക്കെ, ഏകദേശം അവിടെ ഇത് ചെയ്യുന്നു. ഞാനതല്ല പറയണേ,
ഈ ഇപ്പൊ ഇത് കേട്ടാല് ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ ഈ നോളജ് പോലും വേണ്ട, മനസ്സിലായില്ലേ? പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഡിബേറ്റ് വന്നു, ഒരു ഓവർ ദി എയർ, പിന്നെ അപ്പുറത്തും ആൾക്കാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെടണത് ചെറുതെ, മനസ്സിലായില്ലേ? അതിപ്പോ ഇവിടെ പോണ്ട. ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സില് ഞാൻ ഒരു വേൾഡ് അതോറിറ്റിയെ മീറ്റ് യുവർ ഫെമിലിയർ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് അത് ഞാൻ പുള്ളിയോട് ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ബുക്ക് അപ്പിട്ട് ഉറപ്പാ. നമ്മള് പലപ്പോഴും അപ്പൊ ഈ പ്രോബ്ലം ഉണ്ട്, മനസ്സിലായില്ലേ? സ്കൂളിൽ പഠിച്ചതല്ലേ, ആൾക്കാർ കണ്ടിട്ടില്ലേ? ഇപ്പൊ കാറ്റഗറി തിയറി, ഐ എം നോട്ട് എ മാത്തമാറ്റീഷ്യൻ, ഉയർന്നാണ്ടുണ്ട് ശരത്ത്. അപ്പൊ ഏതാ ശരത്ത് എന്തോ പറയാൻ പോയിരുന്നു, ഞാൻ അതിന്റെ ഇടയിൽ കട്ട് ചെയ്തതാ. പറഞ്ഞു ഇല്ല, ഞാൻ ആ ഹിസ്റ്റോറിക്കൽ ഓർഗനൈസേഷൻ കൊള്ളാന്ന് പറഞ്ഞാണ്. ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ് സാറ് അവതരിപ്പിച്ചാണല്ലോ. അതില് പറഞ്ഞു. അല്ല, നമുക്കപ്പോ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റ് സാമൽ ടു ഓത്ത് വന്നതിന്റെ നീഡും പിന്നെ അവിടെ നിന്നുള്ള ഫർദർ എവല്യൂഷനും പിന്നെ അത് ഡീറ്റെയിൽ ഔട്ട് അല്ല അതിലോട്ട് പോണ്ടേ അല്ല. ഇപ്പൊ അതിലോട്ട് പോണേക്ക് മുമ്പ് ഈ പ്രശ്നം എന്ന് പറയാം. ഇപ്പൊ സെക്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഡിജിറ്റൽ സിഗ്നേച്ചറും മറ്റേ RSA അല്ലെങ്കിൽ അസിമെട്രിക് ക്രിപ്റ്റോഗ്രാഫി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണേ? ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കുറെ പേര് പഠിച്ചു, മനസ്സിലായില്ലേ? ഞാൻ കണ്ടിട്ടില്ല ഇവര് വെറുതെ ഇങ്ങനെ ആദ്യം ഇപ്പൊക്കെ ചിലപ്പോ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഡോക്യുമെന്റേഷൻ നോക്കിയൊക്കെ പഠിക്കണ്ടാവും ഈ ChatGPT മറ്റേ വെച്ചാൽ. പണ്ട് ഈ ഇൻഫർമേഷൻ കിട്ടാനാത്ത കാലത്ത് ആൾക്കാർ കുറെ പൊട്ടത്തരം പറയാതെ പണ്ട് പഠിക്കാൻ പറ്റും കിട്ടിയ. അപ്പൊ പൊട്ടത്തരം ഇപ്പൊ അല്ല, ഐ വാസ് എ ബെറ്റർ ഗൈ ദാൻ മോസ്റ്റ് പീപ്പിൾ ബിക്കോസ് പൊട്ടനാണെന്ന് കേൾക്കാനുള്ള ധൈര്യം എനിക്കുള്ളതുകൊണ്ട്. ഈ സെഷനിൽ ഞാൻ ആ ധൈര്യത്തോടെയാണ് വന്നേക്കണേന്ന് പറഞ്ഞ. അല്ല, പക്ഷെ വേറെ കേസ് ഉണ്ട്. ഇപ്പൊ ഇന്റഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോ ഐഡന്റിറ്റി പ്രൊവൈഡർ ആയിട്ടുള്ള സപ്പോർട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇന്റഗ്രേറ്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ ബ്രോക്കൺ ഒതന്റിക്കേഷൻ ആയിരിക്കും അവർ ചെയ്യുക. അതായത് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ പിന്നെ അസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അറിയാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോക്കൺ ഒതന്റിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ റാൻഡം ടോക്കൺ ആ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റാൻഡം ടോക്കൺ ഒക്കെ കയറി പോകും സിസ്റ്റത്തിലോട്ട്. അല്ല, അത് വേറെ പ്രശ്നമുണ്ട്. അവിടെയും ഈ ചെക്സ് ആൻഡ് ബാലൻസും സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സും ചെക്ക് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് പീപ്പിൾ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്, മനസ്സിലായില്ലേ? മനസ്സിലായി. മറ്റേ ഒരു അറിയണം എന്നില്ല. അതായത് ഇപ്പൊ അവിടെ അറിയുന്ന ഒരാള് റിവ്യൂവിന് ഇരുന്നാൽ മതി. അതെ. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഓപ്പറേഷണൽ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ ഇത് കണ്ടിട്ടും ഞാനിത് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഈ കിട്ടിയ നോളജ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം പ്രോട്ടോകോൾ വരെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ തേടുന്ന നോളജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതായത് നമുക്ക് അതിനെക്കുറിച്ച് ജനറലൈസ് ചെയ്യാനും സ്പെക്കുലേറ്റ് ചെയ്യാനും ഇൻഫർ ചെയ്യാനും ഇൻട്യൂട്ട് ചെയ്യാനും പറ്റണം. അത് പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ചവർ നോളജ്, അത് മനസ്സിലായില്ലേ? അത് വെറുതെ റിലേറ്റീവ്, തൊട്ടടുത്തവനേക്കാൾ ബെറ്റർ നോളജ്, മനസ്സിലായില്ലേ? അതിലും ഭേദ നോളജ് ഇല്ലാണ്ടിരിക്കണം അത് ചിലത്തെ. മനസ്സിലായി. അതായത് അറ്റ്ലീസ്റ്റ് കൺസെപ്ച്വലി കൊഹിറന്റ് ആയിരിക്കും, മനസ്സിലായില്ലേ? ആ ഒരു കൊഹറന്റ് നോളജിലോട്ടുള്ള യാത്രയിലാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം അല്ലെങ്കിൽ എന്തുറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതിലത് ചെയ്താൽ മതി എന്നുള്ള പ്രശ്നം വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ കിട്ടിയ ഇപ്പൊ ഹാഷിങ് അല്ലെ? അപ്പൊ അതിന് ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയണെങ്കിൽ ക്രിപ്റ്റോഗ്രഫിയുടെ ക്രിപ്റ്റോളജി എന്താണ്, ക്രിപ്റ്റോഗ്രഫി എന്താണ്, ക്രിപ്റ്റോ അനാലിസിസ് എന്താണ്, ക്രിപ്റ്റോഗ്രഫി തന്നെ മേജർ 3 പാർട്ട് ഏതാണ്? മനസ്സിലായില്ലേ? അതായത് എൻക്രിപ്ഷൻ, ഡീക്രിപ്ഷൻ, മറ്റേ എന്താ പറയാ മെസ്സേജ് ഡൈജസ്റ്റ് അല്ലെങ്കിൽ മെസ്സേജ് HMAC ഹാഷ്ഡ് മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ് ഒന്നും കണ്ട ഈ പറയണ ഈ ഇതിനെ കുറിച്ചൊക്കെ MD5 ഒക്കെ. പിന്നെ ഡിജിറ്റൽ സിഗ്നേച്ചർ, അതിന് ഡിജിറ്റൽ റൈറ്റ്സ് മാനേജ്മെന്റ് അടിയിൽ വരാം. അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇതിന് തന്നെ ഒരു മെറ്റാ ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ ഒരു ക്രോസ് ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ് ശരിക്കും കമ്പ്യൂട്ടർ സെക്യൂരിറ്റി, ഈവൻ ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. ഇഫ് യു ടേക്ക് എ ലുക്ക് ചാനല് ഇത് ചെയ്യണം, SSLന്റെ ഫ്ലോയിനെ കുറിച്ച് അറിയണം,
അപ്പൊ ഞാൻ പറഞ്ഞാല് ഒരു നിങ്ങൾക്ക് when you strive for knowledge, you should be able to engineer these systems, or if you get an opportunity, you should be able to architect, design and impose a programming model on it. അതാണ് എന്റെ ഉദ്ദേശം. അല്ല ഞാൻ അപ്പൊ ഈ കൺസേൺസ് ഓഫ് സെക്യൂരിറ്റി ഒന്നുകൂടി പറഞ്ഞു സാർ. അതായത് കൺസേൺസ് ഓഫ് സെക്യൂരിറ്റി CIA ട്രയാഡ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി ആണോ? ആണ് നോക്കി CIA ട്രയാഡ്. അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റിയിലാണ് ഈ എൻക്രിപ്ഷനും ഇതൊക്കെ പറഞ്ഞത്. ഇന്റഗ്രിറ്റിയിലാണ് ഈ പറയുന്ന ഈ ഓതന്റിക്കേഷൻ കോഡും മറ്റു സാധനങ്ങളൊക്കെ വരുന്നത്. ടാമ്പർ ചെയ്തിട്ടുണ്ടോ? പിന്നെ അവൈലബിലിറ്റി ആണോ? നോക്കി CIA ട്രയാഡ്. എനിക്ക് അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ ഇസ്രായേലിന്റെ വിമാനം ഉണ്ടല്ലോ, ആ കമ്പനിയാണ് ഏറ്റവും സെക്യൂർഡ്. പല അറബ് നേതാക്കന്മാർ അതിൽ ഫ്ലൈ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നമുണ്ട്, മറ്റു സ്ഥലത്ത് 3.5 മണിക്കൂറാണെങ്കിൽ 5.5 മണിക്കൂറും എത്തും. അതായത് എവരി 5 ആൾക്കൊരു മാർഷലൊക്കെ ഉണ്ട് അവരുടെ, കാരണം തട്ടിക്കൊണ്ടുപോവാം. അപ്പൊ സെക്യൂരിറ്റിക്ക് ഒരു ഇൻവേഴ്സ് കോറിലേഷൻ ഉണ്ട് യൂസബിലിറ്റി ആയിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അവൈലബിലിറ്റിനെയൊക്കെ ബാധിക്കും. മനസ്സിലായി. ഈ കോൺഫിഡൻഷ്യാലിറ്റിയിലാണ് നമുക്ക് എൻക്രിപ്ഷൻ, സിമെട്രിക് കാര്യങ്ങൾ അത് വരുന്നു. അപ്പൊ CIA ട്രയഡ് ആയിട്ട് അത് മാപ്പ് ചെയ്യാം ഇന്നവേ ക്രിപ്റ്റോഗ്രാഫിയില്. അപ്പൊ ഞാൻ ഈ ക്രിപ്റ്റോഗ്രാഫി, ക്രിപ്റ്റോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗ്രാഫി എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്യാന്നുള്ളതും അനാലിസിസ് എന്നുള്ളത് മറ്റേ ഈ ക്രിപ്റ്റ് അനാലിസ്റ്റുകൾ ഉണ്ടെങ്കിലേ നിങ്ങൾ എഴുതിയ എൻക്രിപ്ഷൻ അൽഗോരിതവും മെസ്സേജ് ഡൈജസ്റ്റും അതേമാതിരി തന്നെ ഇതൊക്കെ ക്രാക്കബിൾ ആണോ എന്നൊക്കെ അവരാ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ വെൽ നോൺ വീക്ക്നെസ്സും മറ്റേതും. ഇതിന്റെ കുഴപ്പം എന്താ പറയുക, ഇപ്പൊ കുറെ സെക്യൂരിറ്റി എക്സ്പേർട്സ് വരും, സൈബർ സെക്യൂരിറ്റി, അത് വേറെ ഹയറാർക്കിയാ. അപ്പൊ ഈ മെയിൻ പ്രശ്നം എന്താ വെച്ചാല്, ഇതിനെ ഒരു ലോജിക്കൽ മാപ്പിൽ കൊണ്ടുവന്നാല് നിങ്ങൾക്ക് കോഡ് എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? കോഡ് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയാ, കുറച്ചാല് മുമ്പേ ഇപ്പൊ ഞാൻ ഈ പുതിയ കമ്പനി തുടങ്ങിയപ്പോ മറ്റേ ക്ലിക്ക് ഹൗസിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് പറയുന്നത്. ഇത്രയും പൊട്ടത്തരം ഞാൻ വേറെ കണ്ടിട്ട്. മനസ്സിലായില്ലേ? ഈ ക്ലിക്ക് ഹൗസിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ ബഗ് ഫിക്സ് ചെയ്യുന്ന അർത്ഥം തന്നെ ഉള്ളൂ. എന്ന സ്ഥാനത്ത് അതിനും കൂടുതൽ വാല്യൂ നിങ്ങളൊരു ചെറിയൊരു ബീട്രി എഞ്ചിൻ ബൂട്ട്സ്ട്രാപ്പ് ചെയ്ത് എഴുതി ഒരു ചെറിയൊരു ടോയ് SQL ഇന്റർപ്രറ്റർ എഴുതി കഴിഞ്ഞാൽ അതിനും കൂടുതൽ കോഗ്നിറ്റീവ് വാല്യൂയും എഞ്ചിനീയറിംഗ് വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും സാക്ഷ്യപത്രം കിട്ടില്ല എന്നുള്ളൂ. അപ്പൊ എന്നിട്ട് ഈ ക്ലിക്ക് ഹൗസിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സോ മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, പലപ്പോഴും ഒരു പുള്ളിയുണ്ട്, പുള്ളി കൂബർനെറ്റസിൽ ഭയങ്കരനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് അത് കാരണം ഇപ്പൊ നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിക്ക് എന്താ കൂബർനെറ്റസിനെ കുറിച്ച് വരെ അറിയാം, പക്ഷെ ഐ ക്യാൻ ക്രിയേറ്റ് എ സിസ്റ്റം ലൈക്ക് കൂബർനെറ്റസ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയണം, അതായത് യുണിക്സിന്റെ പ്രോസസ്സ് മുതൽ, പ്രോസസ് ട്രീ മുതൽ, ഫോർക്ക് എന്താണ്, മറ്റേ എന്താ പറയാ സ്പോൺ എന്താണ്, എങ്ങനെയാണ് ലിനക്സ് കണ്ടെയ്നർ പ്രൊജക്ട് FreeBSD ജയിലിൽ നിന്ന് ഇത് ചെയ്ത് FreeBSD ജയിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണേ, അതായത് ലിനക്സ് സിസ്റ്റം ഇന്റേണൽസ് അറിയണം. അത് കഴിഞ്ഞിട്ട് ഈ പോഡൊക്കെ എത്തുമ്പോഴേക്കും ലിനക്സ് നെറ്റ്വർക്കിംഗ് ഇന്റേണൽസ് അറിയണം. അതറിഞ്ഞു തുടങ്ങി എന്ത് ചെയ്തു വെച്ചാൽ കാലത്തൂര് വൈകുന്നേരം വരെ പോയി മറ്റേ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ അടിച്ച് പിന്നെ അവൻ പുള്ളി ഇതാ പറഞ്ഞ സ്കില്ലന്മാരെ കണ്ടിട്ടുള്ള ആ നോളജ് അല്ല ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പോ MD5 അറ്റ്ലീസ്റ്റ് അങ്കിത് ഫാദിയ, ആൾക്കാരെ അയാളെ തെറി പറയുമെങ്കിലും അയാളുടെ ഒരു ബുക്കില് MD5യുടെയും മിക്ക അൽഗോരിതത്തിന്റെ സോഴ്സ് കോഡ് ഉണ്ട്. പിന്നെ അതൊന്നും എടുത്ത് നമ്മൾ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് എഴുതാൻ അറിയാവുന്ന ആമ്പിളേരെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മള്. പക്ഷെ നമുക്ക് അത് എന്താണ് ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഒരു ചെറിയൊരു സാധനം ടാമ്പർ ചെയ്താൽ ഹാഷ് മാറുന്നു. ഓക്കെ, ഇനിയിപ്പോ മൾട്ടിപ്പിൾ സ്ട്രിങ് സെയിം ഹാഷ് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്, അത് വളരെ കുറവാണെന്നുള്ളതാണ് അതിന്റെ ഗെയിം. അപ്പോ അതെങ്ങനെയാണ് മാനേജ് ചെയ്യണത്? ഇനിയിപ്പോ ബിറ്റ്കോയിന്റെ പബ്ലിക് അഡ്രസ്സിന് 20 ബൈറ്റ് ഉള്ളൂ, ഞാൻ സ്ഥാനത്ത് അവരുടെ ബാക്കിയുള്ള ഹാഷിന് 32 ബൈറ്റ് ഉണ്ട്. വൈറ്റ് ഇസു അങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. മനസ്സിലായില്ലേ?
പറഞ്ഞോളൂ. ഈ അപ്പൊ അങ്കിത് നമ്മൾ ഫാദിയുടെ ബുക്ക് ഏതായിരുന്നു? അങ്കിത് അത് ഫാദിയുടെ പറഞ്ഞോ. ബുക്ക് ഒരു വളരെ കേട്ടോ ഒരു മിനിറ്റ് ഞാനൊന്ന് സെർച്ച് ചെയ്ത അങ്കിത് ഫാദിയ എൻക്രിപ്ഷൻ ബുക്ക് കിട്ടി ബുക്ക്. എൻക്രിപ്ഷൻ പ്രൊട്ടക്ടിങ് യുവർ ഡാറ്റ പ്രൊജക്ട് ഹാൻഡ് ബുക്ക്. അങ്കിത് ഫാദിയയും ജയ ഭട്ടാചാർജിയാണ് ഡസിന്റെ. സി ഞാൻ അന്ന് വാങ്ങിച്ചപ്പോ ഇത് ഏർലി 2000 വാങ്ങിച്ചാണ്. അപ്പൊ ഈ അങ്കിത് ഫാദി അത്യാവശ്യം ഇയാള് ഈ മറ്റേ എത്തിക്കൽ ഹാക്കർ എന്നുള്ള കോഴ്സ് ഒക്കെ തുടങ്ങി ഈ സെക്യൂരിറ്റി എക്സ്പെർട്സ് ഒക്കെ ഇവനെ തന്നു കുളിക്കലാണ്. കിട്ടിയല്ലേ പക്ഷെ പുള്ളിയുടെ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിന്റെ ബുക്കും നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ ബുക്കും നല്ല പ്രോഗ്രാമിംഗ് ബുക്കാണ്. പുള്ളി ഒരു അൽഗോരിതമിക് ഗൈ ആണ്. എനിക്ക് തോന്നിയത് അതാണ്. അവന് ദൂരമുണ്ട്, മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ ബെസ്റ്റ് സെക്യൂരിറ്റി എക്സ്പെർട്ട് എന്ന് പറഞ്ഞ കാലത്ത് മുതൽ വൈകുന്നേരം വരെ സാധനം ചേർന്നിരിക്കും. അവൻ കുറച്ചും കൂടി സെക്യൂരിറ്റി എഡ്യൂക്കേഷനും സെക്യൂരിറ്റി എഞ്ചിനീയറിംഗിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഞാൻ ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി എക്സ്പേർട്ടിനെ എഞ്ചിനീയറിംഗിനുള്ളത് പുസ്തകത്തിൽ വായിച്ചറിയാം. ഇനി അല്ലെങ്കിൽ കെവിൻ മെറ്റ്നിക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മുടെ ആ നാട്ടിലും ഉണ്ടാവും അങ്ങനത്തെ കുറച്ച്. ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ മറ്റേ സെക്യൂരിറ്റി എക്സ്പെർട്ട് ആണോ എന്നല്ല അതിന് പുറകിലുള്ള അറിയാവുന്ന ഒരാൾ മനു സക്രിയുണ്ട്. ഓക്കെ, എനിക്ക് അയാൾക്ക് പറഞ്ഞുതരാൻ പറ്റുന്നു ഈ ഇങ്ങനെയാണ് വർക്ക് ചെയ്യണത്, മനസ്സിലായില്ലേ? അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കാലി ലിനക്സ് ഒക്കെ ചെയ്ത ഒരു പുള്ളി ഞാൻ പുള്ളിയുടെ ഫോൺ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ റജാ റഹീം എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. അവർക്കാണ് എന്തെങ്കിലുമൊക്കെ ഇതിന്റെ പുറകിലുള്ളതൊക്കെ എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ ഐ സ്റ്റിൽ ഡൗട്ട് ഓക്കെ വെദർ ദേ ആർ എഞ്ചിനീയേഴ്സ്, മനസ്സിലായില്ലേ? അവർക്ക് ദേ നോ വാട്ട് ദേ ഡു. ഇവിടെ കിട്ടിയ പക്ഷെ എഞ്ചിനീയറിന് അതല്ല വേണ്ടത്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ പ്രോബ്ലം ഡൊമൈനും സൊല്യൂഷൻ ഡൊമൈനും കൊഹീറന്റ് ആണെങ്കിൽ അത് മതി. പക്ഷെ പ്രോബ്ലം ഡൊമൈൻ ഇപ്പൊ ഡാറ്റ കംപ്രഷൻ എക്സ്പെർട്ട് ആണ് നിങ്ങൾ ഏത് ഡാറ്റ കിട്ടിയാലും കംപ്രസ് ചെയ്യും. പക്ഷെ ഒരു കംപ്രഷൻ അൽഗോരിതം എക്സ്പെർട്ട് അവൻ ആ നോളജ് മതിയോ? ഇപ്പോ നിങ്ങൾക്ക് ഈ ലോസി കംപ്രഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി ഫോറിയർ അനാലിസിസ് അറിയണം, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോർമേഷൻ അറിയണം, ഡിസ്ക്രീറ്റ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം അറിയണം. ഈ വേവ്ലെറ്റിന്റെ ഒക്കെ ബുക്കൊക്കെ ഒരു ഹേസി ഐഡിയ ഉണ്ട്, ലൈബ്രറി ഒക്കെ വെച്ച് ഞാനും ചെയ്യും. പക്ഷേ ഇപ്പൊ ഡിഎൽഒപിയുടെ ഡെബോഷിഷ് വേവ് ഫംഗ്ഷൻ എന്താണ്? ഇൻഗ്രിഡ് ഒരു ലേഡിയാണ് ഡെബോഷോ അങ്ങനെ ഒക്കെ. അതെന്താണ്? ഇനിയിപ്പോ ഈ DCTയില് കൊസൈൻ വാനിഷ് ചെയ്ത എന്താ പ്രോബ്ലം എന്നുള്ളതൊക്കെ നമുക്കറിയാവോ? അപ്പൊ ഇങ്ങനത്തെ അതൊരു ഒരു എഞ്ചിനീയർ ആവാൻ പറ്റില്ല, അത് സെക്യൂരിറ്റി എഞ്ചിനീയറിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായേ? അപ്പൊ അതാണ് പ്രശ്നം. അല്ല എന്നാലും നമുക്ക് ഒരു സബ്ജക്റ്റില് നമുക്ക് അറിയാമെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചുറ്റുപാടൊന്ന് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാം, അവിടത്തെ. പക്ഷെ നിങ്ങൾക്കൊരു എപ്പിസ്റ്റമിക് സ്റ്റാൻഡേർഡ് വേണ്ടേ? ഓക്കെ, ഈ അറ്റ്ലീസ്റ്റ് ഒരു ടോയ് ഹാഷ് ഫംഗ്ഷൻ എഴുതിയെങ്കിലും ഉറപ്പുവരുത്തണം. ഏതാ? ഓക്കെ, ഞാനിവിടെ മതി. ഇപ്പൊ വേണ്ട, ട്രോയ് ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എന്ന് പറഞ്ഞൊരു സാധനം, CRC, എറർ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഷിന്റെ ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഈ അങ്ങനെ ഇപ്പൊ ഈ ബുക്ക് മുഴുവൻ പഠിക്കേണ്ട, അറ്റ്ലീസ്റ്റ് ഈ ബുക്കിലൊക്കെ മറച്ചു നോക്കി എന്തൊക്കെയുണ്ട്, എന്തൊക്കെ കോഡുണ്ട്. അറ്റ്ലീസ്റ്റ് നാളെ എന്തെങ്കിലും അവസരം വന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഖ്യാപിക്കാം ഇതറിയാമെന്ന്. ഇവിടെ കിട്ടിയ അല്ല, ഞാൻ അങ്ങനെ ഒരു സർവേ എടുക്കുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ ഈ ബുക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിങ്ങനെ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? പച്ച വയ്ക്കണം ഇല്ലേ? ഇതാണ് ബുക്ക്. എൻക്രിപ്ഷൻ പ്രൊട്ടക്ടിങ് യുവർ ഡാറ്റ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇതിന് പറഞ്ഞോളൂ. നമുക്ക് ലെറ്റ് യു ഗൈസ് ആസ്ക് ദി ക്വസ്റ്റ്യൻസ് ആൻഡ് ദെൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കുള്ളത് സെക്യൂരിറ്റി പഠിക്കാൻ നോക്കിയ അനുഭവം, എന്റെ കുറെ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായോ?
അല്ല ഈ ബുക്ക് ആൾക്കാരുടെ അടുത്ത് സി പുള്ളിയുടെ ബുക്കൊക്കെ പലതും ചിലപ്പോ ആ ഫീൽഡിലെ എക്സ്പേർട്സിന് അതൊരു നോർമൽ ബുക്കാണെന്ന് തോന്നാം, മനസ്സിലായ? പക്ഷെ പുറത്തിരിക്കുന്ന നമുക്ക് അത് ഗോഡ് സെന്റാ, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ ജനാർദ്ദനൻ പിള്ള എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്. ജനാർദ്ദനൻ പിള്ളയുടെ ബുക്ക് ഒരു പ്രൊഫഷണൽ മാത്തമാറ്റീഷ്യനെ കൊടുത്തു കഴിഞ്ഞാല് അയാൾ കുഴിച്ചിട്ടാന്ന് പറയുള്ളൂ. പക്ഷേ ജനാർദ്ദനൻ പിള്ള മതി നമുക്ക് പ്രോഗ്രാമിംഗിൽ വലിയ ആളാണ്. ഇവിടെ കിട്ടിയോ? മനസ്സിലായി. അപ്പൊ അതാണ് അതിന്റെ കാര്യം. ഈ ഇപ്പൊ ആൾക്കാർ പറയും കാറ്റഗറി തിയറി പഠിക്കാൻ പോണെന്നൊക്കെ പറയും. അയ്യോ എന്താ പറ്റിയപ്പോ? നമുക്ക് സ്ക്രീൻ കാണാം. അയ്യോ ഞാൻ എന്തോ അല്ലല്ല ഓക്കെ. അതായത് ജനാർദ്ദനൻ പിള്ള വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു CP ജനാർദ്ദനൻ പിള്ള രണ്ടാമത്തെ അല്ല ഞാൻ അതിൻ്റെ ഉള്ളേ ഈ ജനാർദ്ദനൻ പിള്ള പണ്ട് കുറെ ബുക്കൊക്കെ എഴുതുമായിരുന്നു, മനസ്സിലായില്ലേ? ABC പ്രിഡിയുടെ ഒക്കെ ബുക്സ് പുള്ളിയുടെ തന്നെയായിരുന്നു. അപ്പൊ പുള്ളിയുടെ ഒരു BSc ഒരു ഗൈഡ് ഉണ്ട്. അതിൽ നിന്ന് ഗ്രൂപ്പും റിങ്ങും ഫീൽഡും പഠിച്ചിട്ടാണ് ഞാൻ അഡ്വാൻസ് ഫംഗ്ഷൻ പ്രോഗ്രാമിംഗ് പഠിച്ചത്, മനസ്സിലായില്ലേ? കാറ്റഗറി തിയറി ഒക്കെ പഠിക്കാൻ നമുക്ക് പറ്റില്ല, ഇങ്ങനെയാണ് കക്ഷി. അപ്പൊ ഇങ്ങനെയുടെ മകൻ ഒരു ഫേമസ് കമ്പനി നടത്തുന്നുണ്ട്, നൗസ് ഇൻഫോസിസ്റ്റം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുള്ളീനെ ഈ നൗസ് ഇൻഫോസിസ്റ്റം നടത്തുന്ന ആളുടെ മകളുടെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ 96 കണ്ട 7 തുടക്കത്തിൽ. അപ്പൊ ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോ ഈ മകന്റെ വൈഫ് ഹൗസ് ഇവിടെ. അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ മീറ്റ് ചെയ്തപ്പോ ഏതാണ്ട് ദൈവത്തെ കണ്ടവരെ എനിക്ക് തോന്നി അല്ലേ? അപ്പൊ ഇങ്ങനൊരു NSS കോളേജ് വടക്കഞ്ചേരിയിലെ പ്രൊഫസറായിരുന്നു. അപ്പൊ ഇങ്ങനൊരു ഇങ്ങനൊരു ബുക്സും ഗൈഡും വെച്ച് ശരിക്കും അതൊരു കേരളത്തിന്റെ ഒരു ട്രഷറായിരുന്നു ഇങ്ങനെ. പക്ഷെ അത്രയും പേര് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനൊരു ബുക്ക് വെച്ചിട്ടാ മാത്സ് പഠിച്ചു, മനസ്സിലായില്ലേ? ജീവിച്ചരിപ്പെടോന്ന് പറഞ്ഞോടാ. അപ്പൊ ഈ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ പിന്നെ പുള്ളിയുടെ മോളായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ആരെങ്കിലും. അപ്പൊ അല്ല ഞാൻ പറഞ്ഞാല് അതേമാതിരി അങ്കിത് ഫാദിയുടെ ബുക്ക് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. എത്തിക്കൽ ഹാക്കിംഗ് ആണ് പുള്ളീനെ. ഈ ബുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഇത് ഹാക്കിംഗ് ബുക്കാണെന്ന് ചിലപ്പോ ഹാക്കേഴ്സ് എന്ത് പറയുമെന്ന് അറിയാമോ? ഇയാള് സ്ക്രിപ്റ്റ് ഇടിയാന്ന് പറയും. മനസ്സിലായില്ലേ? നമുക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് പുള്ളിയുടെ നല്ല ടെക്നിക്കലി ആക്യുറേറ്റ് ആണ്, മനസ്സിലായില്ലേ? പിന്നെ പുള്ളി ഇപ്പൊ കോർപ്പറേറ്റ് സെക്യൂരിറ്റി ഞാൻ ഇപ്പൊ കണ്ടിട്ടില്ല പുള്ളിയുടെ. പിന്നെ അതല്ലേ എടുത്തു വെച്ചത് ഇങ്ങനെ കക്ഷി. അവൻ സ്റ്റാൻഫോർഡിലൊക്കെ പോയി പഠിച്ചു, അവൻ അത്ര മണ്ടർന്ന് ആയിരിക്കണമെന്നല്ലോ. അപ്പൊ ഇതെന്ത് പറ്റിയെന്ന് വെച്ചാൽ പുള്ളിയും റിലയൻസും ചേർന്ന് മറ്റേ ഈ അനിൽ അംബാനിയുടെ പഴയ റിലയൻസും ചേർന്ന് കോഴ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. കുറെ പൈസ ഉണ്ടാക്കി പുള്ളി. അപ്പൊ ഇവന്മാരുടെ ഇടയിലൊരു വൈരാഗ്യം ഉണ്ടാവുമല്ലോ. ഭയങ്കര ഫേമസ് ആയിട്ട് പിന്നെ ഒന്നും കേൾക്കാണ്ടായിപ്പോയി ഒരു. ഓക്കെ, അപ്പൊ പിന്നെ ഏതാണല്ലേ പറഞ്ഞു നിങ്ങളുടെ സെക്യൂരിറ്റി. അപ്പൊ ഇതാണ് ഈ ഇതിപ്പോ കുറച്ച് ഡീറ്റെയിൽസ് പറയാമോ? സാമൽ ഒരു സെക്യൂരിറ്റി അസർഷൻ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. അപ്പൊ അതിൽ തന്നെ ഈ ചലഞ്ച് റെസ്പോൺസ് മോഡല്, ക്ലെയിംസ് ബേസ്ഡ് ഓതന്റിക്കേഷൻ. സത്യം പറയാലോ, ഞാൻ അതിനെക്കുറിച്ച് ആധികാരിക സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല. ഇതൊരു ഫാമിലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പൊ എനിക്ക് അതൊക്കെ അറിയാനുണ്ട്. ക്ലെയിംസ് ബേസ്ഡ് ഓതന്റിക്കേഷൻ എന്താണ്, ഇനി ഒരു 100 കൂട്ടം വർക്ക് ഫ്ലോയും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ എനിക്ക് സാമലിനെ കുറിച്ച് അറിയാവുന്നത് XML ഡോക്യുമെന്റ് ആണ് എക്സ്ചേഞ്ച് ചെയ്യണതെന്നാണ്, മനസ്സിലായില്ലേ? അത്ര എനിക്ക് അറിയാൻ പാടില്ല.
അപ്പൊ അന്ന് ഈ പുള്ളിയുടെ ജനറൽ നോളജ് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന പ്രോഗ്രാമറോട് ഡയലോഗ് അടിച്ചിട്ട് ഇടി വാങ്ങിച്ചാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ അത് ഞാൻ പറയില്ല, ഇത് ആ ലെവലില് ഇംപ്ലിമെന്റ് ചെയ്തവർക്ക് പറ്റും, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഐച്ഛിക വിഷയമായിട്ട് എടുത്തവർക്ക് പറ്റും. ബാക്കിയുള്ളവർക്ക് ഒരു ഹേസി ഐഡിയ ഉള്ളൂ, എനിക്കില്ല. അപ്പൊ ഇനിയിപ്പോ ഒത്ത് തന്നെയാണെങ്കിലും ഇപ്പൊ JWT ടോക്കണിന്റെ എല്ലാ ന്യൂവൻസസ് എടുത്ത് എല്ലാവരും ഒക്കെ ഉണ്ടാവും. 3 സെക്ഷൻ ഉണ്ട്. അതെങ്ങനെയാ ആ പ്രോബ്ലം ഉണ്ട്. നോക്കിയിട്ടുണ്ടെങ്കിൽ ശരി. എങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. JWT ടോക്കണിന്റെ കണ്ടന്റ് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പൊ അറിയാലോ, ലാലിന് എന്തോ അറിയാം, ശരത്തിന് എന്തോ അറിയാം, എനിക്കറിയാം. എനിക്കൊരു ഇത് പറഞ്ഞോളൂ. എനിക്കറിയാം 3 സെക്ഷൻ ആണെന്നറിയാം. ഏതൊരു സെക്ഷനിൽ മെറ്റാഡാറ്റ ഉണ്ട്, മറ്റേ എന്ത് അത്, പിന്നെ ഒരു മറ്റേ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടാവും, പിന്നെ എന്താ പറയാ ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 3 എണ്ണം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ കറക്റ്റ് ആയിട്ട് മാക്സിമം ലെങ്ത് എന്ത് വരെ വരാം, ഈ മറ്റേ base64 എൻകോഡ് ചെയ്യുന്നുണ്ടോ, അത് ചെയ്യേണ്ടതെന്നാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായി. നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ശരത്. സാർ ഒരു ഇതല്ല, ഞാൻ ഇപ്പൊ വരാം. എവിടെ ഉണ്ട് ഞാൻ? ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ. അപ്പൊ ലാല് പറ. ലാല് JWT ഈ ഫ്ലോ ഒന്നും പറയണ്ട, ടോക്കണിന്റെ ഉള്ളിൽ എന്തുണ്ടെന്ന്. അല്ല, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യല്ല കേട്ടോ, നമുക്ക് ക്വസ്റ്റ്യൻസ് ബേസ് ലൈൻ ചെയ്യാനാ. ഞാൻ ഇതുമ്മ എത്തിപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നു. ഓൾമോസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നു. അതായത് നിങ്ങൾ ഒരു മിനിറ്റ് സോറി. അതായത് നിങ്ങൾക്ക് JWT ടോക്കൺ മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നതാണോ ഉദ്ദേശിച്ചത്? JWT ടോക്കൺ സ്ക്രാച്ച് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? JWT ടോക്കൺ C# കസ്റ്റം കോഡ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വന്നു. എൻക്രിപ്ഷൻ ലൈബ്രറിയാണ് യൂസ് ചെയ്തത്. ഓക്കെ. അതായത് JWT ടോക്കൺ മെക്കാനിസം അവിടെയുണ്ട്. C# മറ്റേ മൈക്രോസോഫ്റ്റ് ഒന്നും തരാതെ ഇപ്പൊ ഒരു ലാംഗ്വേജ് ന്യൂട്രൽ ഇംപ്ലിമെന്റേഷൻ C# ചെയ്തു എന്നാണ് പറയുന്നത്. അതെ. ഓക്കെ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാനത് എടുത്തു പറഞ്ഞ എന്തിനാണെന്ന് അറിയാം, അത് ഈ വീഡിയോ കാണുന്നവർക്ക് അതിന്റെ ആവശ്യം ഉണ്ട്. ഓക്കെ, അപ്പോ പറഞ്ഞോളൂ. JWT ടോക്കൺ സിമ്പിൾ ആണ്. ഒരു വലിയ സ്ട്രിങ് ഉണ്ട്. അപ്പൊ ആ സ്ട്രിങ്ങിനെ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഡോട്ട് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യണത് 3 ഭാഗത്തിന്. ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾ പറയണത് ഒരു സ്ട്രിങ് ആണ്. ഈ എല്ലാ ബൈറ്റും ഹ്യൂമൻ റീഡബിൾ ആണോ? base64 എൻകോഡ് ചെയ്തിട്ടേക്കാം. സോറി ലാലെ, മറ്റേ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ JWT.io പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രക്ചർ വിഷ്വലി കാണിച്ചിട്ട് പറയാൻ ചെയ്യാം. സാമ്പിൾ ടോക്കൺ ഉണ്ടാവും അവിടെ. അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും. അല്ല, ഞാൻ എങ്ങനെയാണ് JWT.io അതൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തത്. അതന്നെ. താഴേക്ക് സ്ക്രോൾ ചെയ്തോ. അതൊരു സാമ്പിൾ, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഒരു സാമ്പിൾ ടോക്കണാണ്. ഈ കാണാണോ ഉദ്ദേശിച്ചത്? അതെ. അത് ഒരു മിനിറ്റ് പോലെ. അപ്പോ അതിനർത്ഥം ഇതിന്റെ എല്ലാ ഫൈനലി ഇതിന്റെ ഒരു base64 ഡീകോഡ് ചെയ്തിട്ടേ കണ്ടന്റ് അനാലിസിസ് നടത്താൻ പറ്റുള്ളൂ, അതായത് ഒരു റിസീവറിന്. ഓക്കെ. അല്ല, അതറിയാനാണ് ഞാൻ ഹ്യൂമൻ റീഡബിൾ ആണെന്ന് ചോദിച്ചത്. ഓക്കെ, ഇപ്പൊ കിട്ടി. ഇതിന്റെ ഫസ്റ്റ് പാർട്ട്, ആ റെഡിൽ കിടക്കുന്ന ഫസ്റ്റ് പാർട്ട്, ആദ്യത്തെ ഡോട്ട് വരെയുള്ള പാർട്ട് അതിന്റെ ഹെഡറും, നടുക്കത്തെ പാർട്ട് പേലോഡും, ലാസ്റ്റ് പാർട്ട് സിഗ്നേച്ചറാണ്. 3 ഭാഗം. ഓക്കെ. അതായത് അപ്പോ ഇതിപ്പോ ഹാഷ്ഡാന്ന് പറഞ്ഞല്ലോ, അത് ഏത് ഹാഷിംഗ് അൽഗോരിതം? ഒരു അതിലേക്ക് വരാം. അല്ല, ഓക്കെ. നിക്ക് അപ്പൊ ഈ ഹെഡർ എന്ന് പറഞ്ഞ റോ കണ്ടന്റിന്റെ ആണ് ആദ്യത്തെ ഈ സാധനം. ഇത് മൊത്തം JSON-ന്റെ base64. അല്ല, അത് പോട്ടെ, കുഴപ്പമില്ല. അല്ല, ഇപ്പൊ ഈ പാർട്ടിൽ ആ പാർട്ടാണ് ഈ റൈറ്റ് സൈഡിൽ ഹെഡർ എന്ന് കാണിച്ചേക്കണത്. base64 ഡീകോഡ് ചെയ്തേക്കണത്. ഇതാണോ? അതെ. ഇത് ഡീകോഡ് ചെയ്ത് ഞാൻ ലെഫ്റ്റിലെ സാധനം കിട്ടും, അതെ, റൈറ്റിലെ സാധനം കിട്ടും. ഓക്കെ, അതൊന്ന് മുകളിലോട്ട് കൊണ്ടുവരാവോ? ഒരു മിനിറ്റ്. അപ്പൊ അല്ല, ഞാൻ ഈ സീറോ നോളജ്
സിസ്റ്റം ആണോ അത്? അതായത് അല്ല 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 അറിയണം, Chronos അല്ല. റിക്കവർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, അതാ ഉദ്ദേശിക്കണം റിക്കവർ അല്ലെ? ചെയ്യാൻ പറ്റും. അതായത് JWT ടോക്കണിൽ എന്ത് ഡാറ്റ ഉണ്ടോ അത് മുഴുവൻ പബ്ലിക്കിന് കാണാൻ പറ്റും. ഒരു തരത്തിലുള്ള സെക്യൂരിറ്റിയും അതൊന്നുമില്ല. ഇല്ല. അപ്പൊ സെക്യൂരിറ്റി ആയിട്ട് ആംബർ ബേസിക്കലി ചെയ്തോന്ന് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, എന്ത് ടാമ്പർ ചെയ്തിട്ടുണ്ടോന്ന്, ഈ ടോക്കൺ ടോക്കണിന്റെ ടാമ്പർ ചെയ്തിട്ടുണ്ടോന്നുള്ളതല്ലേ? അതെ അതെ, പേലോഡോ ഹെഡറോ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ഹെഡറോ അല്ല മൊത്തത്തിൽ എവിടെ ചേഞ്ച് വന്നാലും നമുക്ക് അറിയാൻ പറ്റും. അല്ല, നിനക്ക് അതിലോട്ട് എത്താം. അതിനു മുമ്പ് അപ്പോ അതിനർത്ഥം വൺസ് നിങ്ങൾ ഈ ഓതന്റിക്കേറ്റ് ചെയ്യുമ്പോഴും അതിന് ശേഷവും ഐദർ ചാനൽ ലെവൽ എൻക്രിപ്ഷനോ മറ്റേ അതായത് IPsec മാതിരിയുള്ള സാധനമോ SSL മാതിരിയുള്ള സാധനം ഓടുന്നുണ്ടെന്നാണ് അസ്യൂം ചെയ്യണേ അല്ലെ? കാരണം ഇത് ആർക്കും വേണമെങ്കിലും എടുത്ത് കാണാമല്ലോ. അതെ അതെ, ആർക്കണമെങ്കിലും എടുത്ത് കാണാം, പക്ഷേ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. മോഡിഫൈ ടാമ്പർ ചെയ്യാൻ പറ്റില്ല. അതായത് ബ്ലോക്ക് ചെയിൻ മാതിരിയാണ്. അതെ അതെ സിഗ്നേച്ചർ ഉണ്ട്, അതാണ്. അതെ, സിഗ്നേച്ചർ വെച്ചിട്ടാണ്. അല്ല, ഞാൻ ഇതിനാ ചോദിക്കണേ, ഇത് കറക്റ്റ് ആയിട്ട്, അതായത് വൺസ് ആൻഡ് ഫോർ ഓൾ നമുക്കിത് എനിക്കും മറ്റുള്ളവർക്കും ഗുണമായിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ അപ്പൊ ഒന്നുകൂടി ഇത് ചെയ്യാം. സാറേ ഞാൻ പറഞ്ഞു അല്ല അതെ അല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നല്ലോ, അപ്പൊ ഞാൻ മര്യാദക്ക് മനസ്സിലാക്കിയതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ അല്ല ഇത് ഈ base64 എൻകോഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ പാർട്ടും base64 എൻകോഡർ ആണ് സെപ്പറേറ്റ്ലി. അതെ അതെ, എന്നിട്ട് ഡോട്ട് വെച്ച് കോൺകാറ്റിനേറ്റ് ചെയ്തേക്കാണ്. അതെ. വെയിറ്റ് ചെയ്യില്ലേ, ആ ഡോട്ട് എന്തുകൊണ്ടാ base64 ക്യാരക്ടർ സെറ്റിൽ വരൂല എന്ന് ഉറപ്പാ. അതായത് A to Z 26 ബൈറ്റ് ക്യാപിറ്റൽ, സ്മോൾ a to Z അടുത്ത 26, അപ്പൊ 52, 0 to 9 62, പിന്നെ പ്ലസ് മൈനസോ അങ്ങനെ 2 ട്രെയിലിംഗ് ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്. അതാണ് 64. അപ്പൊ ഈ 64 ഡോട്ട് ഇല്ല, അപ്പൊ ഡോട്ട് അവർക്ക് കൊടുക്കാം. മനസ്സിലായി. ഓക്കെ, പറഞ്ഞോ. അപ്പൊ ഇതിന്റെ ഹെഡറേ ഈ റൈറ്റ് സൈഡിലെ ഡീകോഡറിൽ ഹെഡറിൽ ക്ലിക്ക് ചെയ്തൊന്ന് മുകളിലോട്ട് കൊണ്ടുവരാമോ? അതിലൊരു താഴേക്ക് സ്ക്രോൾ ആയി പോയിട്ടുണ്ട് റൈറ്റ് സൈഡിലെ പെട്ടിയില് ഡീകോഡറിൽ. അതെ, ഇവിടെ വെറുതെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ്. ഓക്കെ, മാറ്റില്ലേ. ഇതിന്റെ സംഭവം എന്താണെന്നറിയോ? ഈ അൽഗോരിതം ടൈപ്പ് ആണ് ഈ പറയണത്. അൽഗോരിതം ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് മെത്തേഡ് വെച്ചിട്ടാണ് ഈ സിഗ്നേച്ചർ ഉണ്ടാക്കിയേക്കണേ എന്നുള്ളതാണ് അൽഗോരിതം പറയണത്. ടൈപ്പ് ഈ മൊത്തം സാധനം എന്ത് സാധനമാണെന്ന്, അതായത് JWT ടോക്കൺ ആണ്, അതുകൊണ്ട് ടൈപ്പ് JWT. ആ രണ്ട് സാധനവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അൽഗോരിതം ഈ HS256 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് HMAC SHA-256 എന്നാണ്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ ഹാഷ്ഡ് മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡിന്റെ H-ഉം, അപ്പൊ SHA അല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ RIPE-MD-യോ അങ്ങനെ പലതും ചെയ്യാൻ പറ്റുമോ? SHA ആണ് കോമൺ ആയിട്ട് അൽഗോരിതം യൂസ് ചെയ്യണത്. എനിക്ക് തോന്നണം കണ്ടോ സാറേ, മേളില് ഡ്രോപ്പ് ഡൗൺ ഉണ്ടോ? അതെ, എലിപ്റ്റിക്. ഒരു മിനിറ്റ്. അപ്പൊ ഈ ഒക്കെ എന്താണോ? ഇലക്ട്രിക് ക്രിപ്റ്റോഗ്രഫി ആണോ? ഞാൻ കുഴപ്പമില്ല. അപ്പൊ അവിടെ കിടക്കുന്നു, കുഴപ്പമില്ല. അപ്പൊ അൽഗോരിതം ഈ ടൈപ്പ് JWT അല്ലാതെ ഏതൊക്കെ വരും? JWT അല്ലാണ്ട് പാർഷ്യലി ഇതൊക്കെ ഉണ്ട്. JWK ഉണ്ട്, പിന്നൊരു വേറൊരു സാധനമുണ്ട് JWE ഉണ്ട്. അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട്. അതായത് ഈ കീ ഷെയർ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉള്ള സംഭവം ഒന്നാണ് JWK. പിന്നെ എന്താ പറയാ, കീസ് ആയിട്ട് ഷെയർ ചെയ്യാൻ മറ്റേ എന്തോ എൻക്രിപ്ഷൻ കാണിക്കാൻ വേണ്ടിയുള്ള, അതായത് ഇതിന്റെ പാർഷ്യലി വർക്ക് ചെയ്യോ, അങ്ങനെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഞാൻ പറഞ്ഞു വെച്ചാല് ഈ ഓതന്റിക്കേഷന്റെ സാക്ഷ്യപത്രം JWT ആയിട്ടും മറ്റേ ഈ കീ എക്സ്ചേഞ്ചിന് വേണ്ടി ഈ എൻകോഡിംഗ് സ്കീം JWK ആയിട്ടും പിന്നെ വേറെ പല വേരിയന്റ് ഉണ്ടെന്ന്, അതായത് പർപ്പസ് വേറെ. അപ്പൊ നമ്മള് ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ വരുമ്പോൾ JWT ആയിരിക്കും നമുക്ക് ഉറപ്പിക്കാം. അതെ JWT ആയിരിക്കും. അതെ. അപ്പൊ പിന്നെ പേലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നടുക്കത്തെ ഭാഗം എന്ത് വേണമെങ്കിലും ആവാം. നമുക്ക് എന്ത് ഡാറ്റയും JSON ആയിട്ട് കയറ്റിയിടാം. പക്ഷേ അതിൽ കുറച്ച് അഡീഷണൽ വാല്യൂസ് ഉണ്ട്. അതായത് അത്
JWTയുടെ ഭാഗമല്ല, നമ്മ കസ്റ്റമായിട്ട് ആഡ് ചെയ്യണതാണ്. അതിന് പക്ഷെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ക്രിയേറ്റഡ് അറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. പിന്നെ എന്താ പറയാ, എക്സ്പയറി അറ്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ ടൈം സ്റ്റാമ്പ് ഇടും, അങ്ങനെയൊക്കെ കൊടുക്കും. അതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അല്ല, അപ്പൊ അപ്പൊ ഞാൻ അതായത് ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. ഞാൻ ഇന്ന് ഒരാളായിട്ട് സംസാരിച്ചപ്പോ ഈ ബെയറർ ടോക്കൺ, റിഫ്രഷ് ടോക്കണിന്റെ ഒക്കെ വന്നു. അപ്പൊ നിങ്ങൾ പറയുന്നത് ഈ ഇത് റിഫ്രഷ് ടോക്കൺ ഒക്കെ വരുമ്പോ ഇവിടെ ടൈമിന്റെ സാധനങ്ങൾ വരും, അങ്ങനെ അതാണോ ഉദ്ദേശിച്ചത്? അത് ഒരു ടോക്കൺ എപ്പോൾ എക്സ്പയർ ആവണമെന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ എഴുതി കൊടുക്കാം. ഇപ്പൊ ഈ ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് എക്സ്പയർ ആവേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ടൈം കഴിയുമ്പോൾ അത് എക്സ്പയർ ആവില്ല, അത് മോഡിഫൈ ചെയ്യാനും പറ്റില്ല. അപ്പൊ അത് എക്സ്പയർ ആയി എന്നുള്ള രീതിയിൽ. അല്ല, അത് അത് സാറേ പറ. സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ടുള്ള കുറെ അട്രിബ്യൂട്ട്സ് ഉണ്ട്. അതെ. പിന്നെ ഏത് സെർവർ ആക്സെപ്റ്റ് ചെയ്യണം, ഏത് സെർവറാണ് ഇത് ഇഷ്യൂ ചെയ്തത്, അങ്ങനത്തെ കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഈ ഓപ്ഷനാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പേലോഡ് ക്രിയേഷൻ ഒരു ഡൊമൈൻ തന്നെയാ ഇന്നവേ, അല്ലെ? ചെറിയ രീതിയിൽ. ഓക്കെ. അതെ. ഇതിപ്പോ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് അവർ ചെയ്തേക്കണം. ഓക്കെ, അല്ല പക്ഷെ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇത് സിമെട്രിക്കും ആണ്, ഇത് അസിമെട്രിക്കും അല്ല ഈ കാണിക്കുന്നത്. അല്ല, ഇപ്പൊ സിമെട്രിക് അല്ല, ഇവിടെ ഹാഷിംഗ് ഇതല്ലേ ഉള്ളൂ. ഇവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടല്ലേ. അപ്പൊ ഡിജിറ്റൽ സിഗ്നേച്ചർ ഏതാ വെറുതെ ഉപയോഗിക്കണേ? ഡിജിറ്റൽ സിഗ്നേച്ചർ ഈ കേസിൽ HMAC ആണ് ഉപയോഗിക്കുന്നത്. അല്ല കണ്ടോ? അല്ല, പക്ഷെ അത് ഡിജിറ്റൽ അത് HMAC വെച്ച് എൻകോഡ് ചെയ്തിട്ട് SHA വെച്ച് ഇതാക്കും, ഹാഷ് ചെയ്യും. ആ ഹാഷ് ചെയ്തിട്ടുള്ള സാധനമാണ് സിഗ്നേച്ചർ ആയിട്ട് ഇടുന്നത്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സീക്രട്ട് ക്വസ്റ്റ്യൻ ഒക്കെ എവിടെ വരും? സീക്രട്ട് ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ സാധനല്ലേ, യുവർ 64-ബിറ്റ് സീക്രട്ട് കീ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ ഒരു ബോക്സ്, ആ സീക്രട്ട് അതിന്റെ മുകളിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടോ, അവിടെ നമുക്ക് നമ്മുടെ ഇതടിച്ചു കൊടുക്കാം, അതായത് കീ അടിച്ചു കൊടുക്കാം സിമെട്രിക് ആകുമ്പോൾ. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു JWT ഡീകോഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ കീ അടിച്ച് അവിടെ കീ കൊടുത്താലേ ഇത് കാണിക്കാൻ പറ്റും. നമ്മ ഒരു ടോക്കൺ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് കീ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ അത് വെരിഫൈഡ് ആവുള്ളൂ. ഇതിപ്പോ ഈ സിഗ്നേച്ചർ വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ അടിക്ക് എടുക്കണോ ലെഫ്റ്റ് സൈഡിൽ. ആ വെരിഫൈഡ് കിട്ടണമെങ്കിൽ നമ്മ കറക്റ്റ് കീ ഇവിടെ അടിച്ചു കൊടുക്കണം. അല്ല സാറേ, സീക്രട്ട് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ? സെക്യൂരിറ്റി ടെർമിനോളജിയിൽ അങ്ങനെയാണ് അതിനെ പറയുന്നത് അല്ലെ? അല്ല സീക്രട്ട് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ അല്ലേ, ഡിജിറ്റൽ സിഗ്നേച്ചർ എനിക്കറിയാവുന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ മറ്റേ ഈ ഡിജിറ്റൽ റൈറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത് പ്രൈവറ്റ് കീ വെച്ചിട്ട് പബ്ലിക് കീ വെച്ചിട്ട് സൈൻ ചെയ്യും, പ്രൈവറ്റ് കീ വെച്ചിട്ട് വെരിഫൈ ചെയ്യും. അതായത് എൻക്രിപ്ഷന് നേരെ ഓപ്പോസിറ്റാ. JWT ടോക്കൺ ഇഷ്യൂ ചെയ്യുന്ന ആളാണ്, ആളുടെ പബ്ലിക് അല്ല പ്രശ്നമുണ്ടല്ലോ. രണ്ട് രീതിയിലും ചെയ്യാം. അതായത് സിമെട്രിക്കിന്റെ മുകളിലുള്ള JWT ടോക്കൺ അസിമെട്രിക് വരുമ്പോ ഉണ്ടല്ലോ സാറേ, ഒരു സെക്കൻഡ്, അതായത് നേരത്തെ പറഞ്ഞതില് ഡിജിറ്റൽ സിഗ്നേച്ചർ അസിമെട്രിക് കീ വെച്ചിട്ട് ചെയ്യുമ്പോ പ്രൈവറ്റ് കീ വെച്ചിട്ട് സൈൻ ചെയ്യും, പബ്ലിക് കീ വെച്ചിട്ട് വെരിഫൈ ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡറിനകത്ത് ഇപ്പോ നമുക്ക് കീ ID എന്നൊരു സാധനം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഐഡന്റിറ്റി പ്രൊവൈഡറിനെ അഗെയിൻസ്റ്റ് ഒരു ലുക്കപ്പ് കീ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് പിന്നെ അമൃത്ലാൽ നേരത്തെ പറഞ്ഞില്ല, ഈ പേലോഡിനകത്ത് ഇഷ്യൂർ ഒക്കെ ഉണ്ടാവും, ഇഷ്യൂർ ഇൻഫർമേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇഷ്യൂറിന്റെ അടുത്ത് ഇഷ്യൂറിനെ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ഡൈനാമിക്കലി പബ്ലിക് കീ റിസോൾവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ എന്റെ ഫണ്ടമെന്റൽ ചോദ്യം അതായിരുന്നില്ല. അതായത് എനിക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യണമെങ്കിൽ അസിമെട്രിക് കീ അൽഗോരിതം മാൻഡേറ്ററി ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അത് അസേർട്ട് ചെയ്ത് ഞാൻ ഇടയ്ക്ക് വിചാരിച്ചു സിമെട്രിക് കീയുടെ മുകളിലും ഡിജിറ്റൽ സിഗ്നേച്ചർ നടക്കുന്നു. സിമെട്രിക് കീയുടെ മുകളിൽ ചെയ്യാം, പക്ഷേ വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അത് കീ ഉള്ളവനെ വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ
കീ ഓ ഉള്ളതാണല്ലേ റീഡ് ഓക്കെ. ചെയ്യാൻ പറ്റുള്ളൂ. അല്ല അപ്പൊ അതിന്റെ ഫണ്ടമെന്റൽ പർപ്പസ് ഡിഫീറ്റ് ചെയ്തു. അതായത് അപ്ലിക്കേഷൻ ടു അപ്ലിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ അല്ലെ? ആ കേസിൽ പബ്ലിക്കിന് ഷെയർ ചെയ്യുമ്പോഴേ ആ ഒരു സംഭവം വന്നുള്ളൂ. ഒരു എന്റർപ്രൈസിന്റെ അകത്തുള്ള സിസ്റ്റംസ് ഷെയർ ചെയ്യണതിന് വലിയ ഇഷ്യൂ ഇല്ലല്ലോ. അല്ല അപ്പൊ ഇല്ല, ഞാൻ അതും പറയട്ടെ, സേഫ് അല്ല. സേഫ് അല്ല, അത് Safe കറക്റ്റ് അല്ല. മീൻസ് ഓഫ് കറക്റ്റ് മീൻസ് അല്ല, അതായത് ഇത് ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. ഞാൻ ചോദിക്കണ പോയിന്റ് ഉള്ളു. അപ്പൊ ഐ ക്യാൻ സേഫ്ലി അസ്യൂം ദാറ്റ് ഫോർ ആൾ പ്രാക്ടിക്കൽ പർപ്പസ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഈസ് ഹാവിംഗ് ഗ്രേറ്റ് അഫിനിറ്റി ടു അസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ആണല്ലോ. അതെ. ഇനി അടുത്തത് ശരത്ത് പറഞ്ഞാൽ പുണ്ണാക്കുമെന്ന് എനിക്ക് പറഞ്ഞു. അതായത് ഈ പ്രൈവറ്റ് പബ്ലിക് കഴിഞ്ഞിട്ട് എവിടെയോ റിസോൾവ് ചെയ്യണ കാര്യമല്ലേ, അതൊന്നും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അല്ല എക്സ്പ്ലെയിൻ ചെയ്യണോ ഞാൻ തന്നെ? പറഞ്ഞു. അല്ല, അതായത് ഈ KID എന്നൊരു സംഭവം ഉണ്ട്. അത് കീ ക്ലോക്ക് സ്പെസിഫിക് ആയിട്ടാണ് കണ്ടേക്കുന്നത്. അത് ജനറൽ സ്റ്റാൻഡേർഡിന്റെ ഭാഗമാണോ എന്നുള്ളത് ഡബിൾ ചെക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ KID എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒറ്റ ടോക്കണിന്റെ സെക്കൻഡ് ഇഷ്യൂ. സാറേ, ഒറ്റ സെക്കൻഡ്. നമ്മൾ ഡിസ്കസ് ചെയ്യണതിന് മുന്നേ ഒരു JWT വല്ല JWT ടോക്കൺ ഉണ്ടോ വിത്ത് പബ്ലിക്? അയ്യോ, ടോക്കൺ ഒക്കെ ചോദിച്ചാൽ എന്റെ അടുത്ത് സോഴ്സ് ഉണ്ട്. സോഴ്സ് എത്തിയോ? ഇതിന് JWT.io ഇടാൻ പറ്റുന്ന. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്ത് ഓടിക്കേണ്ടി വരും. നോക്കട്ടെ കേട്ടോ. ഉള്ളത് കമ്പനിയുടെയാണ്, അത് ശരിയാവില്ല. അല്ല അത് 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 ഭയങ്കര, കാരണം ഇതല്ലെങ്കിൽ എന്താ പറയാ, ഇതിങ്ങനെ വെറുതെ അങ്ങോട്ട് ഇത് കാണണം. ഈ പാർട്ട് മാത്രം എടുത്ത് നമുക്ക് ഇട്ടാലുണ്ടല്ലോ. അല്ല ഇപ്പൊ ഈ സിമെട്രിക്കും ഇത് ഈ സാധനം ഒന്നും അറിയാത്തവനും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ്. അല്ലെങ്കിൽ നോക്കട്ടെ, ഞാൻ കമ്പനിയുടെ സാധനം കാണിക്കാൻ പറ്റുന്നതാണോ നോക്കിയിട്ട് ഞാൻ ഇപ്പൊ പറയാം. അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്താൽ സ്ക്രീൻ. നോക്കട്ടെ. അതിന്റെ ഇടയിൽ ഒരു സംഭവം പറയട്ടെ. ഈ JWT ടോക്കണിലേക്ക് എല്ലാരും മാറിയ ഒരു സിറ്റുവേഷൻ ഞാൻ കേട്ടേക്കണത് വേറെ രീതിയിലാണ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, JWT ടോക്കൺ മുമ്പ് എന്തായിരുന്നു? കസ്റ്റം ടോക്കൺ എക്സ്ചേഞ്ച് ആണെന്നാണ് എന്റെ അറിവ്, അതല്ലേ? അതായത് ഓരോരുത്തരും അവരുടേതായ കസ്റ്റം ടോക്കൺ ആയിരുന്നു. അതെ, ആ ടോക്കണിന് വേറെ പ്രശ്നം കൂടി ഉണ്ട്. ടോക്കൺ സെർവറിൽ, ഐഡന്റിറ്റി സെർവറിൽ വെരിഫൈ ചെയ്യേണ്ടിയും വരും. അതായത് ഈ ടോക്കൺ കീ ഉള്ള ക്ലയന്റിന് വെരിഫൈ ചെയ്യാം. മറ്റേ ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെർവറിന് റിക്വസ്റ്റ് അയച്ചിട്ട് സെർവർ വെരിഫൈ ചെയ്യേണ്ടി വരും. അതായത് എക്സ്പയറി ടൈമിന്റെ ഉള്ളിലാണെങ്കിൽ പിന്നെ പോയി പോൾ ചെയ്യണ്ടാവും. എക്സ്പയറി ടൈം അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിക്വസ്റ്റ് ചെയ്യാമല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് റിക്വസ്റ്റ് ചെയ്യാമല്ലോ, അങ്ങനെ കിട്ടും. പക്ഷേ അഡീഷണൽ റിക്വസ്റ്റുകൾ വരും സെർവറിലേക്ക്. അല്ല ഇപ്പൊ എങ്ങാനും ആ യൂസറിനെ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിലോട്ട് വരാം. അതൊക്കെയാണ് ഇതിന്റെ. ഇത് സ്റ്റേറ്റ്ലെസ് ആണ്, അസംപ്ഷൻ ഉണ്ട്. സാർ എന്ന് സ്റ്റോപ്പ് ഷെയറിംഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ സ്റ്റോപ്പ് എടുത്തോ. എനിക്ക് എടുക്കാൻ പറ്റില്ല. അയ്യോ, ഇതിപ്പോ ഞാൻ ചെയ്യണ്ടേ? ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ആപ്ലിക്കേഷൻ. ഓക്കെ, കാണാമോ? കാണാം. ഇത് ചെറുതാണല്ലോ. ചെറുതാണോ? സ്ക്രീൻ അതിനെ കുറിച്ച് അല്ല ഇത് ഓക്കെ. അപ്പൊ ഇത് കണ്ട RS-256 ആണ്. ഇപ്പൊ അൽഗോരിതം മാറി. RS എന്ന് പറഞ്ഞാൽ എന്താണ്? SHA-256 ആണ്. ഏതാണ്? RSA. ഈ എലിപ്റ്റിക് ക്രിപ്റ്റോഗ്രഫി ആണോ? ഒന്ന് നോക്കിയേ, ഈ ഉണ്ടല്ലോ.
പാർട്ടാണ്. ECDSA. ECDSA. P ആണ് എലിപ്റ്റിക് കർവ് വിയ ചെയ്തിട്ടുണ്ട്. എലിപ്റ്റിക് കർവ് തന്നെയാണ്. ആ ഇതാണ് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഓപ്പൺ എസ്എസ്എൽ വെച്ചിട്ടൊക്കെ അന്ന് ഇതിന്റെ പോളിനോമിയൽ ഏതാന്നൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഞാൻ ബ്ലോക്ക് ചെയിന്റെ സെഷൻ എടുത്തത്. അല്ല, നമുക്ക് ഇത് അങ്ങോട്ടേക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. കാരണം ഈ ഒഴുക്കിൽ അത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷുവർ ഷുവർ. അല്ല, അപ്പൊ ഇവിടുത്തെ കേസില് അപ്പൊ ഇത് അസിമെട്രിക് ചെയ്യാണ് ഇവിടെ. KD ആണ്. അതേ കണ്ട KID ഉണ്ടോ? KD അവിടെയാ വരുന്നല്ലേ? അതെന്താണ്? അത് ഇഷ്യൂയിങ് അതോറിറ്റിയുടെ ഇതാണോ? അല്ലല്ല, അതുണ്ട് ഇവിടെ. അപ്പൊ ഈ KD എന്ത് ചെയ്യുന്ന? നമുക്ക് ഈ ഇഷ്യൂറിന് ഒരു സ്പെസിഫിക് പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളിൽ നമുക്ക് പോയിട്ട് KID കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പബ്ലിക് കീസ് കിട്ടും. മോർ ദാൻ 1 പബ്ലിക് കീസ് ഉണ്ടാവാം. അപ്പൊ അതായത് ഇതൊരു കീ വാല്യൂ സ്റ്റോർ ആയിട്ട് കണ്ടാലും മതി. എന്നിട്ട് അതിൽ നിന്ന് ലുക്കപ്പ് എടുത്തിട്ട് വെരിഫൈ ചെയ്ത് നോക്കും അല്ലേ? അതെ. അത് ക്യാഷ് ചെയ്ത് നോക്കും നമ്മള്. കാരണം പബ്ലിക് എപ്പോഴും മാറില്ല. അതായത് ഈ സ്ട്രിങ്ങിന് ഒരു യുണീക് പബ്ലിക് കീ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പണിയാവില്ലേ? ഒരു വെണ്ടർ അങ്ങനെ പറ്റിയാ അങ്ങനെ പിന്നെ അതിൽ എല്ലാം ചെയ്തു നോക്കും. ഞാൻ പറയട്ടെ, ഒരു കമ്പനിയിൽ 30 സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഓരോ സർട്ടിഫിക്കറ്റിന് അവരുടേതായ കീ ഉണ്ടാവും. പബ്ലിക് കീ, പ്രൈവറ്റ് കീ വേറെ ഉണ്ടാവും. അപ്പൊ അവര് തരുന്ന ഈ സ്ട്രിങ് അവിടെ നിന്ന് കിട്ടി. അത് ഇഷ്യൂർ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ ഇഷ്യൂറിന്റെ അവിടുത്തെ ഈ അവര് ഉപയോഗിച്ച പ്രൈവറ്റ് കീയുടെ കറസ്പോണ്ടിങ് പബ്ലിക് കീ ആണ്. പ്രൈവറ്റ് കീ ആയിട്ട് എന്താ ബന്ധമുള്ള ഒരു സാധനമാണ്, അല്ലെങ്കിൽ ആ കീ പെയറിന് ബന്ധമുള്ള സാധനമാണ് നിങ്ങൾക്ക് അയച്ചു തന്നെ, അല്ലെങ്കിൽ വേറെ ഒന്നും കിട്ടൂലേ? അതെ. അല്ല, ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഒരു URL ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം സാറിന്. ഞാനത് അല്ല, സാർ പറയുന്നത് ലോജിക്കലി മേക്ക് സെൻസ്. ഫിസിക്കലി അതുകൊണ്ട് നമുക്ക് ഫിസിക്കലി ഓൾറെഡി ചെയ്യാം. പിന്നെ തർക്കില്ല മതി. അല്ല, ഇത്രേ ഉള്ളൂ. വേറെ അപ്പൊ ഇപ്പൊ അത് കിട്ടി. അതായത് അപ്പൊ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യട്ടെ എന്റെ അണ്ടർസ്റ്റാൻഡിങ്. JWT ടോക്കൺ 3 പാർട്സ് ആണ്: ഹെഡർ, പേലോഡ്, ഡിജിറ്റൽ സിഗ്നേച്ചർ. ഹെഡറില് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഏത് അൽഗോരിതമാണ് ഉപയോഗിച്ചേക്കണം, ഏത് ടൈപ്പാണ് ഈ മറ്റേ JWT ആണോ, JWK ആണോ, JWE ആണോ, അതെന്താ നമുക്ക് പിന്നെ നോക്കണം. പിന്നെ ശരത്ത് ഇപ്പൊ കാണിച്ചു തന്നപ്പോ ഒരു എക്സ്ട്രാ സാധനം കൂടി അവിടെ വരും. അതായത് KID, അതായത് ഒരു റെസൊല്യൂഷൻ ടെക്നിക്കാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്യൂവർ നിങ്ങൾക്ക് പബ്ലിക് വരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഡിജിറ്റൽ സിഗ്നേച്ചർ വെരിഫൈ ചെയ്യാം. ഓക്കെ. രണ്ടാമത്തത് ഈ പേലോഡാണ്. പേലോഡില് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. പിന്നെ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് തന്നെ ക്രിയേറ്റഡ് അറ്റ് എക്സ്പയറി ടൈം, അങ്ങനത്തെ കുറെ പ്രീഡിഫൈൻഡ് വാല്യൂസ് ഉണ്ട് പേലോഡിൽ. മറ്റേത് നിങ്ങൾ ഏത് അൽഗോരിതമാണ് ഉപയോഗിച്ചേക്കണതിനനുസരിച്ച് സീക്രട്ട് കീയെ മറ്റേ എന്താ പറയാ ഡീക്രിപ്ഷൻ സീക്രട്ട് കീ വെച്ചിട്ട് അതും കൂടി കൊടുത്താലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? സിമെട്രിക് എൻക്രിപ്ഷൻ. അല്ല, ഈ RFC വായിക്കാനാണെങ്കിൽ വേറെ നോളജ് പേലോഡ് മാത്രം കാണിക്കാൻ നോക്കിയതാ. അല്ല, ശരിക്കും RFC വായിക്കാൻ വേണ്ടേ? RFC വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു RFC വായിക്കണമെങ്കിൽ കൂടെ ഒരു 60 വായിക്കണം. കിടപ്പുണ്ട്. ഏതാ? ഇഷ്യൂർ സബ്ജക്ട് എക്സ്പയറി ആണ് നേരത്തെ അമൃതലാൽ പറഞ്ഞത്. അതായത് ഇഷ്യൂർ എന്ന് പറഞ്ഞാൽ ഏത് സെർവറാണ് ഇഷ്യൂ ചെയ്യണമെന്ന്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെർവറിന് വേണ്ടിയാണ് ഇഷ്യൂ ചെയ്യണമെന്ന്, ഓഡിയൻസ് ആരാണ് യൂസ് ചെയ്യണമെന്ന്,
എക്സ്പയറി ടൈം നോട്ട് ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാളെ 10 മണിന്ന് കൊടുക്കാം. അപ്പൊ നാളെ 10 മണി മുതൽ ആ സാധനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ടോക്കൺ, നോട്ട് ബിഫോർ. പിന്നെ ഇഷ്യൂ ഡേറ്റ് എപ്പോഴാണ് ഇഷ്യൂ ചെയ്തതെന്നുള്ളത് മറ്റേത് അറിഞ്ഞൂടാ. JWT ID എന്താണ് യൂസ് എന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അപ്പൊ ഇനിയിപ്പോ ഇത് അല്ല ഇതെന്താ അറിയാം, അല്ലെങ്കിൽ മറ്റേ കീ ആയതെന്നൊക്കെ പറയും. ഇപ്പൊ ഏകദേശം ഒരു പിടി കിട്ടി. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിനുള്ള അറിയേണ്ട? ലാലിന്റെ ഇതിലോട്ട് തിരിച്ചു വരാം നമുക്ക്. ലാലെന്താ ചെയ്തതെന്ന് അറിയണം. അല്ല, ഞാൻ ഇതിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലൈബ്രറി ഉണ്ടെന്ന് അറിയാൻ പാടില്ലായിരുന്നു. നമുക്ക് വിചാരിക്കുന്നോട്ട് യൂസ് ചെയ്യാൻ പറ്റണമായിരുന്നു. അപ്പൊ അത് കോഡ് ചെയ്ത് കയറ്റേണ്ടി വന്നു, അത്രേ ഉള്ളൂ. കോഡ് ചെയ്ത് കയറ്റിയെന്ന് വെച്ചാൽ നിങ്ങള് മൈക്രോസോഫ്റ്റിന്റെ ക്രിപ്റ്റോ API യിൽ നിന്ന് ഹാഷും AES ഒക്കെ ചെയ്ത് മാനുവലി ചെയ്തു ആണോ ഉദ്ദേശിച്ചത്? അതായത് അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിന്റെ ക്രിപ്റ്റോ API ചെറിയൊരു എക്സ്പെർട്ട് ആണ് ഇപ്പൊ, അത് കാരണം. എനിക്ക് ധാരണ ഉണ്ട് അത്യാവശ്യം. അല്ല, അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പണ്ട് ഒവാസ്പിന് ഒരു സെഷൻ എടുത്തേ, അങ്ങനെ ഞാനത് പഠിച്ചേ, മനസ്സിലായില്ലേ? ഓപ്പൺ SSലും പഠിച്ച് ഈ പറഞ്ഞ സാധനം മൈക്രോസോഫ്റ്റിന്റെ ക്രിപ്റ്റോ API ജാവയുടെയും പഠിച്ചു ഒരേ സമയം. അങ്ങനത്തെ നോളജ് എനിക്കില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്തുള്ള നോളജ് എനിക്കുള്ളൂ. അല്ല അല്ല അത് നമുക്ക് കുഴപ്പമില്ല. അപ്പൊ ഇത് കണ്ട, ഇതൊരു ലോങ് സ്റ്റാൻഡിങ് കൺഫ്യൂഷൻ, അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള സാധനങ്ങളും. ഇനി ഇതിന്റെ ഉള്ളിൽ 100 അൺനോൺസ് ഉണ്ടാവും. അതിപ്പോ ഇപ്പൊ ഒരു ഫങ്ഷണൽ അപ്രോച്ച് എടുക്കണം ശരത്ത്. അതുകൊണ്ട് അതും എല്ലാം അറ്റ്ലീസ്റ്റ് പറഞ്ഞു. ഈ സാധനം ഇല്ലേ, ഇത് ശരിക്കും ഒതന്റിക്കേഷന് വേണ്ടി പറ്റിയതല്ല. ശരിക്കും ഇത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് പറഞ്ഞ അങ്ങനത്തെ കോണ്ടെക്സ്റ്റിലൊക്കെ യൂസ് ചെയ്യാം. അതായത് ഒരു ഐഡന്റിറ്റി സെർവർ ഒരു ടോക്കൺ ഇഷ്യൂ ചെയ്യുന്നു. ആ ടോക്കൺ ഐഡന്റിറ്റി സെർവറുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സിസ്റ്റത്തിൽ വാലിഡേറ്റ് ചെയ്യണം, എക്സ്പയർ ഇത്ര ടൈം കിട്ടും. അങ്ങനെ യൂസ് ചെയ്യണ കോണ്ടെക്സ്റ്റിൽ ഇത് അടിപൊളിയാണ്. അല്ലാണ്ട് നോർമൽ ഒതന്റിക്കേഷന് ഇത് ഒട്ടും പറ്റിയ സാധനമല്ല. പക്ഷേ ഇത് ഓതന്റിക്കേഷന് വേണ്ടിയല്ലോ ഉപയോഗിക്കണേ. ഓതന്റിക്കേഷന്റെ ഇറ്റ് ഈസ് an authentication token, it's not an authentication mechanism. അല്ല, ഓതന്റിക്കേഷന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നോർമൽ ഒരു വെബ്സൈറ്റ് ആണെന്ന് വെച്ചോ, ഒരു സർവീസ് വെബ്സൈറ്റ് ആണെന്ന് ചോദിച്ചോ, ആ സർവീസ് വെബ്സൈറ്റിൽ യൂസർ ഒതന്റിക്കേഷന് പറ്റിയ സാധനമല്ല അത്. ഇത് സെർവർ ടു സെർവർ ഒതന്റിക്കേഷനോ അല്ലെങ്കിൽ ഒരു വൺ ടൈം ആക്സസ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ അങ്ങനത്തെ രീതിയിലാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് കേസ് പറഞ്ഞത് ഇത് വള്ളിയാണ്. അതായത് ടോക്കൺ എക്സ്പയർ ആവുന്ന സംഭവം ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര വള്ളിയാണ്. കാര്യം വെച്ചാൽ ആ ഡിസ്റ്റൻസ് സെർവറിനെ സംബന്ധിച്ചിടത്തോളം ടോക്കൺ വാലിഡ് ആവണോടത്തോളം കാലം അവൻ ഡാറ്റ സെർവ് ചെയ്യും. അപ്പൊ നമ്മ ഒരു യൂസറിനെ ഫോഴ്സ്ഫുള്ളി ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ യൂസറിന്റെ പെർമിഷൻ മാറ്റോ ചെയ്ത് കഴിഞ്ഞാല് അതിനൊരു ഇമ്പാക്റ്റും ഈ ടോക്കൺ റിസീവ് ചെയ്യുന്ന സെർവറിന്. അല്ല, ഒന്ന് ഹോൾഡ് ഓൺ. അവിടെയാണ് സാറ് നേരത്തെ ചോദിച്ച ഇപ്പൊ നമ്മൾ ടോക്കൺ റിവോക്ക് ചെയ്താലേ അല്ലെങ്കിൽ യൂസറിന്റെ പെർമിഷൻസ് റിവോക്ക് ചെയ്താലുള്ള കാര്യങ്ങൾ വരുന്നത്. അത് സ്റ്റേറ്റ്ലെസ് അസംപ്ഷൻ ആണ് അവിടുത്തെ ഫണ്ടമെന്റൽ പ്രോബ്ലം നീ പറയുന്നത്. പക്ഷെ നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെഷൻ ജനറേഷൻ എന്നുള്ളത് ആപ്ലിക്കേഷന്റെ മെക്കാനിസം ആക്കാലോ വേണമെങ്കിൽ. അതെ അല്ല ഒരു മിനിറ്റ് ശരത്തെ, ഇപ്പൊ ഞാൻ ഇന്ന് കാലത്ത് സംസാരിച്ചു പറഞ്ഞു, ഈ ഡ്യൂറബിൾ സെഷൻ ഉണ്ടാക്കാനാണ് JWT നല്ലത്. കാരണം മറ്റേ കസ്റ്റം ടോക്കണിന്റെ കുഴപ്പം എന്തായിരുന്നു അറിയാമോ? ആ ലൈവ് ആയിരിക്കുമ്പോൾ മാത്രമേ അത് വാലിഡ് ആവുള്ളൂ. ഇത് ഡ്യൂറബിൾ ആണ്, അതായത് അക്രോസ് യൂസർ സെഷൻസ് സ്പാൻ ചെയ്യാലോ JWT. ഇവിടെ കിട്ടിയ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ഇനിയിപ്പോ ലാല് പറഞ്ഞു വരുന്നത് ഇപ്പൊ ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ ഒരാളെ ക്വിക്കായിട്ട് ഡിലീറ്റ് ചെയ്തു, ഇനി അല്ലെങ്കിൽ ഒരാള് അങ്ങനത്തെ റിസ്കി ആപ്ലിക്കേഷനിൽ ഒരു ആപ്ലിക്കേഷൻ പോളിസി വെച്ച് ഹാൻഡിൽ ചെയ്താൽ ശരിയാവില്ല. അതായത് സിസ്റ്റത്തിന്റെ ഉള്ള മെക്കാനിസം ഇല്ലാന്നല്ലേ എല്ലാവരും പറഞ്ഞു. അങ്ങനെയല്ല, ടോക്കണിന്റെ ആവശ്യമില്ല. അതായത് പെർസിസ്റ്റഡ് ആയിരിക്കണം, സെർവർ സൈഡ് സെഷൻ വേണം. അപ്പോ ആ സെഷൻ ഐഡന്റിഫയർ മാത്രം മതി, ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫർ വേണം എന്നില്ല എന്നുള്ളതാണ് ലാല്. ഞാൻ ആ ഫിലോസഫി സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഞാൻ ഒരു കമ്പനിയിൽ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു. അങ്ങനെയല്ല, പക്ഷെ എനിക്ക് അവിടെ മനസ്സിലാക്കുന്നത് ഇത്രയുണ്ട്. അപ്പൊ അതായത് ഈ ബെയറർ ടോക്കൺ പിന്നെ റിഫ്രഷ് ടോക്കൺ ഞാൻ കേട്ടിട്ടുണ്ട്.
ഓക്കെ, അതായത് ഞാൻ ഇതിപ്പോ ഓത്തിന്റെ കോണ്ടക്സ്റ്റ് ആണ്, JWT കോണ്ടക്സ്റ്റിലല്ല സംസാരിക്കുന്നത്. എത്തിയിട്ടില്ല, നമ്മളെപ്പോഴും JWT തന്നെയാണ്. ഉം. അപ്പോ ടൈം സ്റ്റാമ്പിന്റെ ഗെയിം ഉണ്ടെന്ന് മനസ്സിലായല്ലോ കോർ പേലോഡിന്. ഉം. ലാല് പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് ഓതന്റിക്കേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ടോക്കൺ കിട്ടി. ആ ടോക്കൺ ബിക്കോസ് ഓഫ് ദി JWTയുടെ നേച്ചർ കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. അതെ. അപ്പോ എങ്ങാനും ഈ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ അവിടെ ഇൻഫർമേഷൻ മാറിയാൽ ഉം. തിരിച്ചു പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മെക്കാനിസം ഇല്ലല്ലോ. അതായത് ഇല്ല, അത് either ഒരു കോൺഫിഗറേഷൻ വെച്ച് ഒരു വെബ് ഹുക്ക് മാതിരിയുള്ള സാധനം ഈ ഐഡന്റി സെർവറിൽ വെക്കുകയോ, അല്ലെങ്കിൽ ഈ ഇവൻ ഒരു എന്തൊക്കെ പറഞ്ഞാലൊന്നു ഒരു സാനിറ്റി ചെക്ക് ഒരു എവരി 30 minutes ചെയ്ത അതിലല്ലേ ഒരു പ്രശ്നമുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയാണ് ഈ റീഫ്രഷ് ടോക്കൺ വന്നത്, ആ ആ ഇഷ്യൂ ഹാൻഡിൽ ചെയ്യാൻ, അല്ലാണ്ട് വേറെ വഴിയില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ അല്ല പറഞ്ഞത് ഇവിടെ പറഞ്ഞു അല്ല, അപ്പൊ നിങ്ങൾ അല്ല അവിടെ ഐഡന്റിറ്റി അല്ല, ഇവിടെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ടല്ലോ. അതായത് ഐഡന്റിറ്റി എക്സിസ്റ്റൻസ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ FCAS പോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടുള്ള പെർമിഷൻസ് ഉണ്ട്. അത് ഐഡന്റിറ്റി സെർവറിന്റെ ഭാഗമല്ല എന്നുള്ളതാണ് നമ്മുടെ അസംഷനും ജനറലി കണ്ടുവരുന്നത്. അല്ലെ? അപ്പൊ പെർമിഷൻ ലെവലിലാണ് മിക്കവാറും ചേഞ്ച് വരുന്നത്. ഐഡന്റിറ്റി എക്സിസ്റ്റൻസ് ഒക്കെ റെയർലി ആണ് വരുന്നത്. ഒരു യൂസറിനെ ഡീആക്ടിവേറ്റ് ചെയ്യണ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാലോ. ശരത്ത് പറഞ്ഞാൽ അതിന്റെ ബ്ലാസ്റ്റ് റേഡിയസ് കുറവാന്ന്. അതായത് ഇറ്റ്സ് എ റെയർലി ഹാപ്പനിങ് ഇവന്റ് എന്ന്. ഒരു കൊല്ലത്തില് ഇപ്പൊ 5 വരെ കളയുള്ളൂ. റോള് പക്ഷേ 300 പ്രാവശ്യം ചേഞ്ച് ചെയ്യും. പക്ഷെ ഒട്ടുമിക്ക സിസ്റ്റത്തിലും JWT ടോക്കണിന്റെ ഭാഗമായിട്ട് തന്നെ റോൾസ് ഉണ്ടാവും. അത് നീഗ്രോ അൽഗോരിതമാണ്. അതൊരു പ്രശ്നമുണ്ട്. അതിന്റെ കുഴപ്പമില്ല. അല്ല, അവിടെയാണ് ഇപ്പൊ ഇതെന്താന്ന് അറിയാമോ, ലോകത്തുള്ള ഐഡന്റിറ്റി സർവീസ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് ഓർഗനൈസേഷൻ സർവീസിനെ അവിടെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ എന്റെ കമ്പനിയിൽ ചെയ്തപ്പോ അവൻ എന്റെ അടുത്ത് തർക്കിക്കാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ പലവലാക്ക് എന്തും ചെയ്തിട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന് തന്നെ മനസ്സിലായി അതായത് നടക്കൂലെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ അവനോട് പറഞ്ഞൊന്നുമില്ല, കുറെ കഴിഞ്ഞപ്പോ എന്താ അവിടെ ഒരു ഡാറ്റാബേസ് എടുക്കും, ഡാറ്റാബേസിലോട്ട് പോസ്റ്റ്ഗ്രെസ്ക്യൂഎലായിട്ട് മാറ്റി. അപ്പോ അതിന് റീച്ചബിലിറ്റി പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ആ റീച്ചബിലിറ്റി പ്രോബ്ലം തീർക്കാനാണ് FCAS. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാല് ഓതറൈസേഷൻ ഓരോ ആപ്ലിക്കേഷന്റെ പണിയും ഓതന്റിക്കേഷൻ ഐഡന്റിറ്റി സെർവറിന്റെ പണിയാണ്. ഓഫ് കോഴ്സ് ഈ പറയുന്ന അതായത് ഇവർക്ക് ഒരു സെൽഫ് കണ്ടെയ്ൻ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ട കാര്യമല്ലോ. ആ ടോക്കൺ ടാമ്പർ ചെയ്താലല്ലേ അവന് ഇത് ചെയ്യാമല്ലോ, വെരിഫൈ ചെയ്യാലോ. അതായത് ടോക്കൺ ടാമ്പർ ചെയ്തില്ലെങ്കിൽ പ്രീവിയസ് ടോക്കണും ഇതും തമ്മിൽ ഇതുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് സ്റ്റിൽ നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ ഈ ടൈമിന്റെ പ്രോബ്ലം തീർക്കാൻ വേണ്ടി റിഫ്രഷ് ടോക്കൺ ഉണ്ട്. അപ്പൊ എനിക്ക് അടുത്തറിയേണ്ടത് ഈ റിഫ്രഷ് ടോക്കണും ഈ ബെയറർ ടോക്കണും ഓത്തിന്റെ മെക്കാനിസം ആണ്, അല്ലാണ്ട് JWT 2 JWT ഉണ്ടെന്നുള്ളൂ ഇപ്പൊ, ആണോ? JWT ഒറ്റത് വിചാരിച്ചാൽ മതി, ഒറ്റെണ്ണ യൂസ് അങ്ങനെയല്ലേ എനിക്ക് ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് JWT പേലോഡിന്റെ ഉള്ളിൽ തന്നെ രണ്ടും ഉണ്ടാവുമോ, അത് 2 പേലോഡാണോ? 2 പേലോഡ് എന്ന് പറഞ്ഞാൽ JWTയുടെ പേലോഡല്ല. ഇപ്പൊ JWT കീ നമ്പർ 1, JWTയുടെ 3 വാട്ട്സ് ഉള്ളത്, JWT കീ നമ്പർ 2. അതായത് റിഫ്രഷ് വേറെ ടോക്കൺ വരണോ, റിഫ്രഷ് ടോക്കൺ വേറെ. ആ റിഫ്രഷ് ടോക്കൺ ആണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ആലോചിക്കും ഇത് ചെയ്യണമെന്നാണ്. ആക്സസ് ടോക്കണും റിഫ്രഷ് ടോക്കൺ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം എന്താ വെച്ചാല്, അപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ കൊല്ലം ഞാൻ ഒരു സെക്യൂരിറ്റി പ്രാക്ടീസിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ സെക്യൂരിറ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെക്ക് മാർക്സ് വെറാക്കോഡും ഐ ഡു നോ അബൌട്ട് ദിസ്, പക്ഷെ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് പുറകിലില്ല. ഞാൻ ചോദിക്കുന്ന പോയിന്റ് എന്ന് വെച്ചാല്, ഇപ്പോ ആക്സസ് ടോക്കൺ ഈ റിഫ്രഷ് ടോക്കൺ ഓതന്റിക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കീ ക്ലോക്ക് 2 കൊടുക്കും. ഒറ്റ നമ്മള് അതായത് ഫോർ എക്സാമ്പിൾ എന്താ പറയാ, അതായത് ഇപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഗ്രാൻഡ് ടൈപ്സ് ഉണ്ടല്ലോ, പാസ്വേഡ് ഫ്ലോ ഉണ്ട്. അല്ല അതൊക്കെ വേണമെങ്കിൽ ചർച്ച ചെയ്യണം. അല്ല അതിലോട്ട് പറഞ്ഞപ്പോ ആദ്യം തന്നെ ഇത് ചോദിക്കുമ്പോ JWT യെ കുറിച്ച് ചർച്ച വരുമ്പോ ഈ
റിഫ്രഷ് ടോക്കൺ മറ്റേ വരേണ്ടതില്ല. കാരണം എനിക്കിപ്പോ മനസ്സിലായത് അത് ഓത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള സാധനം. കാരണം ആ JWT അതെ വാസ് അതെ ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അത് JWT അതെ അതെ യൂസ് കേസ് വന്നപ്പോ സി ആ ഡിസ്റ്റിങ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. ആൾക്കാർ പറയും അത് ഒന്നാണ്. അങ്ങനെയല്ല. അത് നിങ്ങള് ഓതന്റിക്കേഷൻ ഓതറൈസേഷൻ മെക്കാനിസം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പറഞ്ഞ കറക്റ്റാ. പക്ഷേ എഞ്ചിനീയറിംഗ് വൈസ് രണ്ടാണല്ലോ. രണ്ട് പർപ്പസ് അതെ ആണ്. ഇതാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പറഞ്ഞു. അല്ല ഞാൻ ജസ്റ്റ് നമ്മൾ അതിലോട്ട് പറയുവാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മൾ ക്ലയന്റ് ക്രെഡൻഷ്യൽസ് ഉണ്ട്, പാസ്വേഡ് ഫ്ലോ ഉണ്ട്, പിന്നെ അത് ഡിവൈസ് ടോക്കൺ ഓതറൈസേഷൻ ഫ്ലോ ഒക്കെ ഉണ്ട്. ഇപ്പൊ ഇതിലെല്ലാത്തിലും ഇപ്പൊ നമ്പർ ഓഫ് റിക്വസ്റ്റ് മാറും, ഡിപ്പെൻസ് അപ്പോൺ വർക്ക് ഫ്ലോ. പക്ഷെ അൾട്ടിമേറ്റ്ലി കിട്ടുന്ന സാധനത്തില് ഐ ഡി ടോക്കൺ ഈ ഇതിന്റെ ഓപ്പൺ ഐ ഡി കണക്റ്റിന്റെ ഭാഗമായിട്ട് വന്നതാണെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഐ ഡി ടോക്കൺ അത് കിട്ടും. വേറെ ടോക്കൺ ആണോ? അത് വേറെ ടോക്കൺ ആണോ? അപ്പൊ മൂന്നെണ്ണം അത് ഉണ്ടോ? വേറെ മൂന്ന് ടോക്കൺ ഉണ്ട്. ഐ ഡി ടോക്കൺ കിട്ടും, ആക്സസ് ടോക്കൺ കിട്ടും, റിഫ്രഷ് ടോക്കൺ കിട്ടും. എന്നിട്ട് ആക്സസ് ടോക്കണ് എക്സ്പയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിഫ്രഷ് ടോക്കണും റിഫ്രഷ് സ്പാൻ ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ റിഫ്രഷ് ടോക്കണിന്റെ എക്സ്പയറി ഡേറ്റ് ആക്സസ് ടോക്കണിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ഐഡിയലി സ്പീക്കിംഗ്. പക്ഷെ അങ്ങനെ പോകുമോ? എന്തൊക്കെ ഒരു ലോജിക് ഉണ്ട് അവിടെ. ഇല്ല, ആക്സസ് ടോക്കണിന്റെ ലൈഫ് ടൈം എപ്പോഴും റിഫ്രഷിനേക്കാളും കുറവായിരിക്കണം. അത് ആ റൂള് എൻഫോഴ്സ് ചെയ്യപ്പെടുമോ? എന്താ? അതെ അതെ, ഒന്നിന് ഷോർട്ട് ലിവിഡ് എന്നും മറ്റേതിന് ലോങ് ലിവിഡ് എന്നാ വിളിക്കണേ. ആക്സസ് ടോക്കൺ ആണ് ചെറുത് എപ്പോഴും. അതല്ല, അപ്പൊ റിഫ്രഷ് ടോക്കൺ പീരിയോഡിക്കലി റിഫ്രഷ് ചെയ്യാന്ന് തോന്നുന്നു. അത് മിക്ക സിസ്റ്റംസും ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റീഫ്രഷ് ചെയ്യും. പക്ഷെ റീഫ്രഷ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് തിരിച്ച് മറ്റേ രണ്ടാമത് ലോഗിൻ ചെയ്യാൻ പറഞ്ഞ് സ്ക്രീനിലോട്ട് പോകും. അല്ല, റീലോഗിൻ ഫോഴ്സ് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഞാൻ കണ്ടത് വെച്ചാല് ഈ ഒരു കൊല്ലത്തേക്ക് ആക്സസ് ടോക്കൺ ഇട്ടിട്ട് എവരി 3 ദിവസം കൂടുമ്പോ റിഫ്രഷ് ടോക്കൺ റിഫ്രഷ് ചെയ്താ അതാണ് കുറച്ചുകൂടി നല്ലത് അല്ലേ? ശരിക്കും 10 ദിവസത്തേക്കൊക്കെ മാക്സിമം റീഫ്രഷ് ടോക്കൺ ഇടയും ആക്സസ് ടോക്കൺ 10 മിനിറ്റ് ഒക്കെ കൊടുക്കുള്ളൂ റിയൽ ലൈഫ് വരുമ്പോ. ഈവൻ അതിലും ചെറുത് യൂസ് ചെയ്യണ സിസ്റ്റംസ് ഉണ്ട്. ഈ മൊബൈലിൽ നിന്നൊക്കെ കയറുമ്പോ മൊബൈലിൽ നിന്ന് കയറുമ്പോ കൂടുതലായിരിക്കും പൊതുവെ. അതാ ഞാൻ പറഞ്ഞത്. കാര്യം വെച്ചാൽ മൊബൈലിന് ബ്രൗസർ പോലെ അല്ലല്ലോ, സ്റ്റോർ ചെയ്യാനും ചെക്ക് ചെയ്യാനും പറ്റുമല്ലോ. അതല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഇപ്പൊ ലാൽ ന്യൂ മോർ അബൌട്ട് ദിസ് ദാൻ us and Sharat knew more than me about this. പക്ഷെ ഈ പഠിപ്പിച്ചപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ പുതിയത് കിട്ടി ഇന്ന് ഇപ്പൊ ഈ ഇതിൽ നിന്ന്? എനിക്ക് ഇത് അടിപൊളിയായിരുന്നു. അതായത് ഈ പല ഇതിൽ കൂടി കയറി വന്ന സംഭവം ഞാൻ അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. അല്ല, ഞാനതല്ലേ പറഞ്ഞത്. ഈവൻ JWT തന്നെ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ലേ പുതിയ ചോദ്യങ്ങൾ വരുമ്പോ? പുതിയ നമ്മള് ഇതിലോട്ട് നമ്മൾ കേറുന്നുള്ളൂ. അതായത് ഇത് എന്തായാലും പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ്. ക്രിപ്റ്റോഗ്രഫിയും റിലേറ്റഡ് കമ്പ്യൂട്ടേഷണൽ ആസ്പെക്ട്സും പഠിക്കേണ്ടതാണെന്നുള്ളത് ഓൾറെഡി ഉണ്ട്. ഞാൻ നമുക്ക് ഇടയിൽ ഒരു ചെറിയ സാധനം കൂടി കാണിച്ചോട്ടെ. ഒരു സെക്കൻഡ് നിങ്ങൾ കണ്ടിന്യൂ. ഞാനിപ്പ ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റണ്ട? ഓക്കെ. അപ്പൊ ഇതില് ഈ സംഭവം നമ്മുടെ ഐഡന്റിറ്റി സെർവർ ആണെന്ന് വിചാരിക്കാം. ഐഡന്റിറ്റി സെർവർ എന്ന് പറഞ്ഞാൽ ഈവൻ റോളും അതിലുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു നോർമൽ ടോക്കൺ ആണ് ഉപയോഗിക്കണമെങ്കിൽ യൂസർ വന്നിട്ട് ഐഡന്റിറ്റി സെർവറിൽ പോയി ടോക്കൺ റിക്വസ്റ്റ് ചെയ്തു, ടോക്കൺ തിരിച്ചു കിട്ടി. ഇത് ഒരു സർവീസ് എ ആണെന്ന് വിചാരിക്കാം. എന്തും ആയിക്കോട്ടെ, സർവീസ് എയിലേക്ക് ഒരു റിക്വസ്റ്റ് പാസ് ചെയ്തു. റിക്വസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ആ സർവീസ് ആ സെയിം റിക്വസ്റ്റിന് ആ സെയിം ടോക്കൺ ഐഡന്റിറ്റി സെർവറിലേക്ക് പാസ് ചെയ്തിട്ട് വെരിഫൈ ചെയ്യണം. എന്നിട്ട് അതായത് സെർവറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വെരിഫൈ ചെയ്താലല്ലേ ഈ യൂസറിന്റെ റിക്വസ്റ്റ് വാലിഡ് ആണോ എന്ന് സർവീസ് എക്ക് അറിയാൻ പറ്റുള്ളൂ. നോർമൽ ടോക്കൺ JWT അല്ല, ഒരു നോർമൽ ടോക്കൺ. വെറുതെ അല്ല, അവിടെയാണ് നമ്മൾ അസിമെട്രിക് ആണെങ്കിലുള്ള ഡിഫറൻസ് വരുന്നത്. അല്ലല്ല, JWT വിടും. നമ്മൾ റാൻഡം
അപ്പൊ ഇത് സർവീസ് ബി വന്നു, സർവീസ് ബിയും ഇതുപോലെ വന്നു. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് എവരി റിക്വസ്റ്റിന് ഈ 2 റിക്വസ്റ്റും കൂടി ഒരു പെയറാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ യൂസറിന്റെ എവരി റിക്വസ്റ്റിനും ഈ ഐഡന്റിറ്റി സെർവറിലേക്ക് 3 റിക്വസ്റ്റ് പോകുന്നുണ്ട്. അതേസമയം നമ്മൾ JWT ആണ് ഉപയോഗിക്കണമെങ്കിൽ ഈ രണ്ടാമത്തെ സെറ്റ് JWT ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ സർവീസ് എക്ക് തന്നെ വന്ന സാധനം വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ഈ ഐഡന്റിറ്റി അതാണ് സെർവറിനോട് ശരത്ത് റിക്വസ്റ്റ് പറഞ്ഞ ചെയ്യാം. അസിമെട്രിക് കീയുടെ അഡ്വാൻറ്റേജ്. അതെ അതെ. അപ്പോ അങ്ങനെ അതാണ് വ്യത്യാസം ഞാൻ യൂസ് ചെയ്തേക്കണതിൽ കണ്ടേക്കണത്. അതായത് നമ്പർ ഓഫ് റിക്വസ്റ്റിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും, വെരിഫിക്കേഷൻ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റണുണ്ട്. ഇത് സ്റ്റേറ്റ്ലെസ് ആണെന്ന് പറയുന്നതിന്റെ അല്ല, ഇതിന്റെ സ്റ്റേറ്റ്ലെസ് ആണെന്ന് പറയുന്നതിന്റെ വികാരം എന്താണ്? സ്റ്റേറ്റ്ലെസ് ആണെന്ന് പറയാൻ കാര്യം വെച്ചാൽ സെർവറിൽ സെഷൻ ഉണ്ടാവില്ല യൂസറിന്റെ. അതായത് നിങ്ങൾ പറഞ്ഞ വെച്ചാല് പണ്ട് കുക്കി ഉപയോഗിക്കുന്നതിന് പകരം നമ്മള് ആ ലൈവ് സെഷനില് പേജിലൊക്കെ ഹിഡൻ വേരിയബിൾ ചെയ്യില്ലേ, അതേമാതിരി ആണ് ഇതിലെ ഹിഡൻ വേരിയബിൾ ആണല്ലോ JWT ടോക്കൺ. അതെ അതെ. ഓക്കെ, അങ്ങനെ വരുന്നതാണ്. അപ്പൊ ഇതാണ് ഞാൻ കണ്ടതിൽ വ്യത്യാസം വന്നത്, നമ്പർ ഓഫ് റിക്വസ്റ്റ്. അതാണ് ഞാൻ ശരത്തിന്റെ ടോക്കൺ കണ്ടപ്പോഴും, അതായത് ഈച്ച് ആൻഡ് എവറി റിക്വസ്റ്റിൽ ആ ടോക്കൺ കൂടെ പോകും. ടോക്കൺ കൂടെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിക്വസ്റ്റിന്റെ സൈസ് അതിനനുസരിച്ച് കൂടും. അപ്പൊ പ്രിഫേർഡ് വേ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ നമുക്ക് കാര്യം നടക്കണം മിനിമൽ ഡാറ്റയിൽ ടോക്കൺ ഉണ്ടാക്കാന്നുള്ളതാണ്. അല്ല, അത് വലുതായത് എന്താണെന്നറിയോ, മറ്റേ ഞങ്ങൾക്ക് ക്യാസ് ഇല്ല ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് ആട്രിബ്യൂട്ട്സ് വെച്ചേക്കാണ് ഇപ്പൊ. അതായത് പേലോഡിന്റെ ഉള്ളില് ഓതറൈസേഷൻ ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ? ഉണ്ട്. പക്ഷെ അതൊരു എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് ഭയങ്കര ചൊറിയുന്ന ഒരു ഡിസിഷൻ അത്. പിന്നെ അത് വേണമെങ്കിൽ അത്രയ്ക്ക് സിമ്പിൾ സിസ്റ്റം ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ഷെയർ പോയിന്റ് സ്റ്റൈൽ ഇതില്ലേ ഓതറൈസേഷൻ ഉണ്ടല്ലോ, റീഡർ കോൺട്രിബ്യൂട്ടർ. അല്ല, ഞങ്ങൾക്ക് മാറ്റേണ്ടി വരും സാർ. ഇത് ഞങ്ങൾ ബീറ്റ റിലീസ് പോലും പോയിട്ടില്ല. ഇത് അവിടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോഴും ഒരു സംഭവം പറയട്ടെ, അപ്പോഴും ഇപ്പൊ ഒരു റോള് മാനേജ് ചെയ്യുന്ന ഒരു സെർവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെർമിഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു സെർവർ ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂലോട്ട് തിരിച്ചു ഇല്ല. നമുക്ക് സെഷന്റെ ഇപ്പൊ നീ പറഞ്ഞ ഇഷ്യൂ അസിമെട്രിക് വരുമ്പോ ഓൾറെഡി ഉണ്ട്. കാരണം സെഷൻ ടോക്കൺ വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ ID സെർവറിനെ വിളിച്ചിട്ട് പബ്ലിക് എടുക്കണം. അത് വൺ ടൈം മതിയല്ലോ. ഇല്ല, മാറുവാണെങ്കിലോ പബ്ലിക് ചെയ്യാം. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി കുറവാണ്. അല്ല, അങ്ങനെ മാറണമെങ്കിൽ ആ ടോക്കൺ തന്നെ ഡിഫക്റ്റ് ആവില്ലേ? അതെ, എല്ലാ ടോക്കണും പോകും. ഇല്ല, ചേഞ്ച് ആവാം. അത് ഫിക്സഡ് അല്ല. അതുകൊണ്ടാണ് അവിടെ ഇൻഡയറക്ഷൻ വെച്ചേക്കുന്നത്. ഒരു കീ വെച്ചിട്ട് ലുക്കപ്പ് ചെയ്യുന്നത് തന്നെ ആ ഇൻഡയറക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ്. പക്ഷെ അതിന്റെ ഫ്രീക്വൻസി കുറവാണ്. വൺസ് ഇൻ ഇയർ ഒക്കെ മാറുള്ളായിരിക്കും. അല്ല, അപ്പൊ എന്ന് വെച്ചാല് നിങ്ങള് മറ്റേ റീ ഓതന്റിക്കേറ്റ് ചെയ്യണമെന്നാണ് അവിടെ കാണിക്കുന്നത്. അതെ, അതും മൾട്ടിപ്പിൾ പീസ് റൂളിംഗ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അല്ല, ഇതിന്റെ ഞാൻ പറയട്ടെ, ഇന്നത്തെ ഒരു ചർച്ചയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് JWTയുടെ ഉള്ളില് എന്തുണ്ടെന്നുള്ളതല്ല, എന്തൊക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് പൊട്ടൻഷ്യലി എന്തൊക്കെയാണ് അതിന്റെ RFC വായിക്കാനുള്ള പശ്ചാത്തലം കിട്ടിയ. ഇനി ഇതിന്റെ ന്യൂവാൻസസും മറ്റേതൊക്കെ പറയാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ മിക്ക മെക്കാനിസം സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ബീറ്റ് ഡാറ്റാബേസ്, ബീറ്റ് റിസോഴ്സ്, ബീറ്റ് ജോബ് ഷെഡ്യൂളർ, നമുക്ക് അതിന്റെ ഒരു സ്കീമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആയിരിക്കണം. അതിന്റെ ഉള്ളിലത്തെ എവരി ന്യൂവാൻസും മറ്റേതൊക്കെ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പേർട്സുകൾ ഉണ്ടല്ലോ, എക്സ്പേർട്ടുകൾ. അതായത് ഞാനൊരു സബ്ജക്റ്റിൽ 6 കൊല്ലമായിട്ട് നോക്കുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്പെർട്ടാന്ന് പറയണവന് പറഞ്ഞില്ല, മനസ്സിലായില്ലേ? പ്രാക്ടിക്കലി അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ ആ ഇപ്പൊ ഇന്ന് ഈ JWT പറയുമ്പോൾ ഈ റിഫ്രഷ് ടോക്കണും ഇതും വരും. അത് ആ ഡിസ്റ്റിങ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് ഒരു ഓത്ത് വർക്ക് ഫ്ലോയുടെ ഭാഗത്തിലാണ്. ഇപ്പൊ ഇന്ന് കീ JWT ടോക്കൺ കൂടി ഉണ്ട്. ഇപ്പൊ JWT ടോക്കൺ കറക്റ്റ് ആയിട്ട് ഇന്നത്തെ ഡിസ്കഷൻ കഴിഞ്ഞപ്പോ ജസ്റ്റ് മെക്കാനിസം ടു എൻകോഡ് ടാമ്പർ പ്രൂഫ് ഡാറ്റ. അതായത് ഡാറ്റ ടാമ്പർ പ്രൂഫ് ആക്കി എൻഷുർ ചെയ്യാൻ ഒരു മെക്കാനിസം മാത്രമായി മാറി JWT ഏത് കോണ്ടെക്സ്റ്റ് ഉണ്ടായാലും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അത് ഇത് കിട്ടി. ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ഒക്കെ പറയുവാണെങ്കിൽ സെയിം സെറ്റപ്പ് അല്ലേ? അതെ. അല്ല, ബ്ലോക്ക് ചെയിന്റെ മെർക്കിൾ ട്രീ ഒക്കെ വരും വേറെ സിസ്റ്റം. അതെ, അല്ല, ടാമ്പർ പ്രൂഫ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഷിനെ ബേസ് ചെയ്താണല്ലോ ടാമ്പർ പ്രൂഫ് ആവുന്ന. അല്ല, പക്ഷെ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ പറയട്ടെ, അവര് നോഡ് ലെവലില് ഹാഷ് ഉണ്ട്,
മെർക്കിൾ ട്രീ ലെവലിൽ ഹാഷ് ഉണ്ട് ഒരു ബ്ലോക്ക്. അല്ല പിന്നെ നിനക്ക് അങ്ങോട്ട് പോലെ അത് നമുക്ക് വേറെ എടുക്കാം. നമുക്ക് അതെ അതെ അല്ല പക്ഷെ ഞാൻ അറ്റ്ലീസ്റ്റ് ആ. ഞാൻ അവിടെ ഈ ടാമ്പർ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ നമുക്ക് ഒരു സ്മോൾ ഫുട് പ്രിന്റ് സ്ട്രിങ് ആണ്. ബ്ലോക്ക് ചെയിന്റെ കേസിൽ ബ്ലോക്ക് ചെയിൻ ഇസ് എ ലിങ്ക് ഓഫ് ബ്ലോക്സ്, ചെയിൻ ഓഫ് ബ്ലോക്സ്. ബ്ലോക്ക് ഈസ് നത്തിങ് ബട്ട് എ മെർക്കിൾ ട്രീ. മെർക്കിൾ ട്രീ ഹാസ് ഗോട്ട് is a symmetric tree where each of the node has got a എന്താ പറയാ ഹാഷ്, ആൻഡ് each transaction has got a hash within the node. അത്രയും ലെവലില് എല്ലായിടത്തും ഹാഷ് ഉണ്ട്. ഇതൊക്കെ അടിച്ച് പൊട്ടിക്കണം ചേർത്ത് റെഡിയാ. അല്ല സാർ ഇത് അല്ല എന്റെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഈ സാമൽ ടു ഓത്തും ഓത്തിൽ നിന്ന് ഓ ടൂയിലോട്ട് വന്നതും പിന്നെ ഓപ്പൺ ഐ ഡി കണക്ട് അതിന്റെ ടോപ്പിൽ എന്താണ് ചെയ്യണെന്നുള്ള സബ്റ്റിൽ ഡിഫറൻസസ് അൺകവർ ചെയ്യണം. അല്ല ഇതിപ്പോ പാർട്ട് 1 ആയിട്ട് എടുത്താൽ മതി ഇന്നത്തെ ചർച്ച. അതായത് ഒരു അല്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണല്ലോ. അല്ല പറഞ്ഞു അല്ല നമ്മളൊരു ഹോണസ്റ്റ് ചർച്ച നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 വ്യക്തികളെ എനിക്കറിയാം. അവർ വന്ന് ഈ എന്നെ ഫ്ലാഗ് ചെയ്യും മണ്ടറാണെന്ന്. ഇതൊന്നും അറിയാതെ നീ എങ്ങനെ ആർക്കിടെക്ട് ആയെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ അതായത് ഐ ക്യാൻ, പക്ഷെ ഞാൻ തിരിച്ചു വെല്ലുവിളിക്കുക. ഒരാളെ കാണിച്ചു തന്നു എന്റെ അത്രയും സ്പാനിൽ വേറുള്ള ഒരാളെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ തലമുട്ടടിക്കും. ഇതങ്ങോട്ടുള്ളത് വെച്ചോ, മനസ്സിലായില്ലേ? അത് പറഞ്ഞേ നിങ്ങൾ പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവും. അപ്പോ ഇഫ് ഐ ഡോണ്ട് നോ സംതിങ് പീപ്പിൾ അറൌണ്ട് മീ ഡസന്റ് നോ എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ് അവര് പറഞ്ഞു തന്നെ എനിക്ക് മനസ്സിലാവുമല്ലോ. കാരണം മനസ്സിലാവത്തൊന്നും പറയണല്ലോ. ചെറുത്ത് അല്ല ഞാൻ ആ 2 വ്യക്തികൾക്ക് വെച്ചതാണത്, മനസ്സിലായില്ലേ? അത് കാരണം ബാക്കിയുള്ളവരെ അടക്കം പറയുമായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞാല് ഒരു ഹിസ്റ്റോറിക്കൽ സെൻസിൽ കിട്ടി. പിന്നെ ഈ JWT ഇനിയിപ്പോ ഞാൻ പറയട്ടെ, നൗ ഇറ്റ് ഈസ് ടൈം ടു റീഡ് RFC ചെറുത്ത്. അതാണ് ഞാൻ പറയുന്നത്. കാരണം സ്കീമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് ആയത് ഇപ്പോഴാ ഫുള്ളി, അതായത് കൊഗ്നിറ്റീവ് ക്ലോഷറോടെ കേട്ടോ, അതായത് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. വെറുതെ ഇനിയിപ്പോ വേണമെങ്കിൽ കൗണ്ടർ എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ആൾക്കാർ വരും. അതൊന്നും ഐ ഡോണ്ട് കെയർ, മനസ്സിലായില്ലേ? ഒരു ആർക്കിടെക്ട് ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇതിന്റെയൊക്കെ ഫൗണ്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്ന എഞ്ചിനീയർ ആണെങ്കിൽ നമ്മൾ ഇന്ന് പറഞ്ഞ നോളജ്, പിന്നെ ബാക്കിയൊക്കെ അതിന്റെ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മെക്കാനിസം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ. സിസ്റ്റവും മെക്കാനിസവും, മനസ്സിലായില്ലേ? അതിന്റെ നെറ്റിഗ്രിറ്റീസ് അവിടെ അതിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടിക്കൊള്ളു. അതാണ്. അല്ലെങ്കിൽ നമുക്ക് ലാർജ് ക്ലാസ് ഇപ്പൊ ബ്ലോക്ക് ചെയിൻ ഐ ടുക്ക് ദ ഫസ്റ്റ് ഒരു ഫുൾ ബ്ലോൺ സെഷൻ ഓൺ, കാരണം ഫയർ പ്ലാറ്റ്ഫോമിൽ എടുക്കുക. ഈവൻ നൗ ആ ആക്യുറസി ഞാൻ ഇന്നാള് കണ്ട ബ്ലോക്ക് ചെയിനിൽ പോലും ഇല്ല. അപ്പൊ അതിനർത്ഥം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാധനം എടുക്കണമെങ്കിൽ ഓപ്പൺ SSL കളിക്കണം, സത്തോഷി ക്ലയന്റിന്റെ സോഴ്സ് കോഡ് നോക്കണം. അങ്ങനെ പിന്നെ നെറ്റ്വർക്ക് പ്രോട്ടോകോൾസിനെ കുറിച്ച് ധാരണ വേണ്ട. ഇനി അതേമാതിരി തന്നെ അങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങളിലെ ആ ഇതുണ്ടാവുള്ളൂ. അതില്ലാതെ നിങ്ങൾ എത്ര മണിക്കൂർ ഇരുന്നിട്ട് തരും? ഇനിയിപ്പോ ഈ ശരത്ത് പറഞ്ഞ ആ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലോജിക്കോ ഹിസ്റ്റോറിക്കൽ ലെവലിൽ വേണം. ഇതെന്താ കോഡ്? ഇത് ഞാൻ ജസ്റ്റ് കേൾക്കുന്നില്ലേ? അല്ല ഇത് അല്ല സാറ് പറഞ്ഞു, ഞാനത് വെറുതെ എടുത്താണ്. അതായത് ഓപ്പൺ SSL വെച്ചിട്ട് ഒരു മെസ്സേജ് ഡൈജസ്റ്റ് ഉണ്ടാക്കുന്നതാ. എന്റെ ബ്ലോഗ് കിടപ്പുണ്ട് കുറെ കോഡ്. അല്ല ഈ ഓപ്പൺ നമുക്ക് അതിലോട്ടൊക്കെ ഇതൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചാലേ ഇപ്പൊ എന്താ പറയാ, ഈ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ ക്രിപ്റ്റോഗ്രാഫി കോഴ്സ് ഗ്രേണ്ട, ഓപ്പൺ SSLന്റെ ഒക്കെ ഫൈൻ ഗ്രേണ്ട, മനസ്സിലായില്ലേ? ഇനി ഇതിപ്പോ വേറെ കുറെ ബുക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ നോക്കി നമ്മൾ ഇതിന് നല്ലൊരു ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സെക്യൂരിറ്റി ഈ എന്താ പറയാ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഈ അപ്ലൈഡ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ ഈ ബുക്കാണ് ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ
ആൾക്കാരെ ക്രിപ്റ്റോഗ്രഫി പഠിപ്പിച്ചത്, ഉം. ബ്രൂസ് നയറിന്. ഓക്കെ, ഉം. പക്ഷെ ഈ ബുക്ക് ഉണ്ടാക്കിയേക്കണ അത്രയും ബഗ് അല്ല സെക്യൂരിറ്റി ഇഷ്യൂസ് വേൾഡിൽ എവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഉം. ഈ ഉം. ബുക്കിന്റെ അൽഗോറിതത്തിന് കുഴപ്പമില്ല. ഉം. ഈ ക്രിപ്റ്റോഗ്രഫിക് അൽഗോറിതംസ് ശരിയായി ഇംപ്ലിമെന്റ് ചെയ്യാൻ ടാമ്പർ പ്രൂഫ് ആയിട്ടും പിന്നെ ട്രേസ് ഒക്കെ ഇടാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്ലാക്ക് ആർട്ട്. ഉം. ഉം. പക്ഷെ ദിസ് ബുക്ക് ഇസ് ഒരു ആക്സസബിൾ ഇൻട്രൊഡക്ഷൻ ടു ക്രിപ്റ്റോഗ്രഫി ഇതാണ്. പിന്നെ ഉം. വേറൊരു ബുക്ക് വിച്ച് ഐ ക്യാൻ റെക്കമെൻഡ് ഈസ് കോഡ് ബുക്ക് ബൈ സൈമൺ സിംഗ്. ഇതാണ് എന്നെ അസിമെട്രിക് കീ ഒക്കെ പഠിപ്പിച്ചത്, ദ കോഡ് ബുക്ക്. ഉം. അയാള് ഈ ഫെർമാറ്റ്സ് ലാസ്റ്റ് തിയറത്തിന്റെ ഒക്കെ ഇതൊക്കെ എഴുതുന്നത് കോഡ് ബുക്ക്. ഉം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബെസ്സലിന്റെ ഫ്ലോ ഒക്കെ എനിക്ക് പിടിക്കും. മനസ്സിലായില്ലേ? ഉം. പിന്നെ അപ്പൊ പിന്നെ വില്യം സ്റ്റാളിങ്സിന്റെ ബുക്ക് ഉണ്ട്, ക്രിപ്റ്റോഗ്രഫി ആൻഡ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഒരു സി ഉണ്ട് കേട്ടോ മുമ്പില്. അയാളെ വില്യം സ്റ്റാളിങ്സ് ഒരു നല്ല ഓതറാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ് ആൻഡ് ഇതൊരു ഉഗ്രം ബുക്ക്. പിന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് പ്രോട്ടോകോളും നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് അറിയാനാണെങ്കിൽ മറ്റേ എന്താ പറയാ ഈ ആൻഡ്രൂ ടാനബാം ഉണ്ട്. മോഡേൺ അപ്രിസിയേഷൻ അല്ല, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. മനസ്സിലായില്ലേ? ഇയാളാണ് മറ്റേ മിനിക്സ് ഒക്കെ എഴുതിയിട്ടോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പുള്ളിയുടെ എല്ലാ ബുക്സും ഇതാണ്. അപ്പൊ പുള്ളിയുടെ ഇതുണ്ട്. പിന്നെ TCP/IP നെറ്റ്വർക്ക് ആണ് ഈ ഡഗ്ലസ് കോമറിന്റെ സീരീസ് ഉണ്ട്. കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന് കുറെ ബുക്ക് ഉണ്ട്. ഈ 3 വോളിയം ഉണ്ട്. TCP ഇന്റർനെറ്റ് വർക്കിംഗ് വിത്ത് TCP/IP വോളിയം 1, 2, 3. പിന്നെ ഇതാണ് ഡഗ്ലസ് കോമറിന്റെ ബുക്സ്. ഒരു എന്താ പറയാ നല്ലൊരു റിസോഴ്സ്. അങ്ങനെ കുറച്ച് എന്താ പറയാ ഒരു അക്കാഡമിക് റിഗറുള്ള കുറച്ച് ബുക്സ് ഉണ്ട്. അത് എപ്പോഴും നല്ലതാണ്. ഇപ്പൊ ഈ ആൻഡ്രൂ ടാനബാമിന്റെ ബുക്ക് അങ്ങനത്തെയാണ്. കാരണം അതൊന്നും നോക്കാതെ പഠിച്ചവർക്കൊക്കെ ജസ്റ്റ് ഈ മോളി എന്നുള്ള അറിവുള്ളൂ ചരിത്രം. മനസ്സിലായില്ലേ? പ്രോട്ടോകോൾസ് ഒന്നും ഇപ്പൊ അപ്പൊ ഈ ഞാൻ RS-232 മുകളിൽ എക്സ് മോഡം, വൈ മോഡം, സെറ്റ് മോഡം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ CRCയും ഇതൊക്കെ അപ്പൊ ആ ടൈപ്പ് ഇത് ചെയ്ത ആൾക്ക് സെക്യൂരിറ്റി ഒന്നും പഠിക്കണം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ല. പിന്നെ സെക്യൂരിറ്റി പ്രാക്ടീഷണർ വേറെ ഗെയിമാട്ടോ. നമ്മൾ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് പറഞ്ഞുകൊണ്ടിരിക്കണേ. അല്ല, അപ്പൊ ഈ ആൾക്കാർ സെക്യൂരിറ്റി പ്രാക്ടീഷണർ, സെക്യൂരിറ്റി എഞ്ചിനീയർ, ഈ സെക്യൂരിറ്റി എഞ്ചിനീയറിംഗ് ടൂൾസിന്റെ മുകളിലാണ് സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് വരുന്നത്. സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്പാത്ത് പ്രോഗ്രാമേഴ്സാ. അത് പറഞ്ഞിട്ട് സെക്യൂരിറ്റി അറിയാന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവരാണ് എന്നെ കൂടുതൽ അറ്റാക്ക് ചെയ്യാറ്. എന്റെ അടിയിലേക്ക് ഇറങ്ങണം എന്നല്ലേ ഇത്. ഈ അടിയിലേക്ക് ഇറങ്ങിയാൽ ഈ RFC ഒക്കെ വായിച്ചാൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് കാര്യം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഒന്നിലും ആശാന അഞ്ചില്ലെങ്കിൽ കളരിക്ക് പുറത്താ. ചിലവന്മാർ എന്ത് ചെയ്തു പിന്നെ RFCയെ വായിക്കും. ഈ പേപ്പർ വായിച്ച് കോഡ് ചെയ്യണം. അതൊക്കെ വെറുതെ കുറെ ആർഭാടമാണ്. ഒരു പേപ്പർ വായിച്ച് കോഡാക്കാൻ പറ്റൂല. കാരണം ആ എഴുതിയവന്റെ അവൻ പഠിച്ച രീതിയിലല്ല എഴുതണേ. അവൻ റിസൾട്ട് അല്ലേ പബ്ലിഷ് ചെയ്യണേ. അവൻ പോയ മിസ്റ്റേക്ക് കൂടി നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ട്രൂ എക്സ്പെർട്ടൈസ് വരാത്തത് എന്തോന്നതിൽ ഇഗ്നോറൻസ് കൺഫൈഡ് ചെയ്യാനായിരുന്നു തയ്യാറ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്താലോ? അതിന് നമുക്ക്